എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സുഞ്ചയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇതറിയുന്നത് നമ്മുടെ സോള് ഭയങ്കരമായിട്ടങ്ങ് തകർന്നു പോയായിരുന്നു. സുഞ്ചയുടെ കണ്ടീഷൻ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര മോശവുമാണ്. അതിനെപ്പറ്റിയെല്ലാം ന്യൂസിനകത്ത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതൊക്കെ കാണുന്ന നമ്മുടെ സോളാണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അവളവിടെ തറയിലായിട്ടങ്ങ് ഇരിക്കും. എന്നിട്ട് അവൾ വിചാരിക്കും, ഞാൻ സുഞ്ചയുടെ ഫേറ്റ് ചേഞ്ച് ആക്കാൻ എന്തെല്ലാം ശ്രമിച്ചതാ. ഞാൻ പാസ്റ്റിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കി. എന്നിട്ടും അവൻ്റെ മരണം മാത്രം തടയാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും ഇനിയിപ്പോൾ എന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ടിരുന്ന് വിഷമിക്കും. ഇവിടെയാണെങ്കിൽ നമുക്ക് പാസ്റ്റിലെ സീൻ കാണിക്കും. അതായത് സുഞ്ചയ്ക്ക് എങ്ങനെയാണ് ആക്സിഡൻ്റ് ആയത് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ സുഞ്ചയുടെ അപ്പാർട്ട്മെൻറ്റ് തേടി കണ്ടുപിടിച്ചിട്ട് ആ കില്ലർ ഓൾറെഡി അവിടെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ നമ്മുടെ സുഞ്ചയുടെ പാസ്വേഡും കണ്ടുപിടിച്ചിട്ടുണ്ട്. അവനങ്ങനെ ഡോർ തുറന്ന് അകത്ത് കയറാനായിട്ട് വരും. സുഞ്ചയ മാക്സിമം ഇവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. എന്നാൽ അവനാണെങ്കിൽ നമ്മുടെ സുഞ്ചനെ നല്ലതുപോലെ അറ്റാക്ക് ചെയ്യും. സുഞ്ച എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാലും ആ കില്ലറാണെങ്കിൽ ഇവൻ്റെ വയറ്റിലായിട്ട് 2-3 കുത്തൊക്കെ ഒന്ന് കുത്തും. ഇവിടെയാണെങ്കിൽ നമ്മുടെ സുഞ്ചയ്ക്ക് ആദ്യമേ ആളെ മനസ്സിലാവത്തില്ല. അവസാനം ഇവൻ്റെ ഫേസ് നല്ലതുപോലെ കാണുന്നേ നമ്മുടെ സുഞ്ചയ്ക്ക് കത്തും. അതായത് ഇത് വേറെ ആരുമല്ല, അന്ന് സോളിനെ ഉപദ്രവിക്കാൻ വന്ന അതേ കില്ലർ തന്നെയായെന്ന്. അങ്ങനെയാണ് നമ്മുടെ സുഞ്ച ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ആയേക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇതറിയുന്നത് നമ്മുടെ സോളാണെങ്കിൽ വേഗം തന്നെ അവനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലായിട്ട് വരും. അവിടെ വരുമ്പോൾ എന്തുവാ, അവിടെയായിട്ട് നമ്മുടെ സുഞ്ചയുടെ അച്ഛൻ ഭയങ്കരമായിട്ടിരുന്ന് വിഷമിക്കുമായിരുന്നു. ഇത് കാണുന്നേ സോളിന് ഭയങ്കര സങ്കടമാവും. അവൾ വിചാരിക്കും, ഞാൻ എങ്ങനെ ഇനിയിപ്പോൾ ആ അങ്കിളിനെ പോയി സമാധാനിപ്പിക്കുക എന്ന്. അയാളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ സോൾ അവിടെ നിന്ന് മാറി എങ്ങ് നിൽക്കും. അവൾ വിചാരിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സംഭവം ചേഞ്ച് ആക്കിയേ പറ്റത്തുള്ളൂ. ഒരിക്കലും സുഞ്ചയ മരിക്കാൻ പാടില്ല. അവൻ്റെ ആ ഒരു ഫേറ്റിനെ ഞാൻ ഉറപ്പായിട്ടും ചേഞ്ച് ആക്കുന്ന വരുടെ നമ്മുടെ സോളാണെങ്കിൽ സുഞ്ചയുടെ ആ വാച്ച് തേടാനായിട്ട് തുടങ്ങും. അവൾക്കാണെങ്കിൽ ഇപ്പോൾ അറിയത്തേ ഇല്ല സുഞ്ചയുടെ ആ വാച്ച് ഇപ്പോൾ എവിടെയാ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ ഇൻ്റർനെറ്റിൽ ഫുള്ള് തപ്പി നോക്കും. എന്നാൽ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ സോള് വേഗം തന്നെ ഓടി വരുന്നത് സുഞ്ചയുടെ അപ്പാർട്ട്മെൻറ്റിലായിട്ടാണ്. അവിടെയാണെങ്കിൽ അവൻ ഒരുപാട് വാച്ചിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് അവൾ മൊത്തവും പരതി നോക്കും. എന്നാൽ അതിനകത്തും ഉണ്ടായിരുന്നില്ല ഈ വാച്ച്. ഇവളിങ്ങനെ ഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണുന്നേ നമ്മുടെ സുഞ്ചയുടെ ഫ്രണ്ട് അവിടെയായിട്ട് വരും. അവൻ ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക? അവിടെ സുഞ്ചയാണെങ്കിൽ മരിക്കോ ജീവിക്കോ എന്നും പറഞ്ഞിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് നീ ഇവിടെ നിന്ന് വാച്ച് നോക്കുവാണോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ സോളാണെങ്കിൽ പറയും, അങ്ങനെയൊന്നുമല്ല, എനിക്ക് ഇപ്പം നടന്ന ഈ സംഭവത്തിനെ ചേഞ്ച് ആക്കിയേ പറ്റത്തുള്ളൂ. എനിക്ക് സുഞ്ചയുടെ പഴയ വാച്ച് വേണോ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ സുഞ്ചയുടെ ഫ്രണ്ടിനൊന്നും മനസ്സിലാവത്തില്ല. അവൻ ചോദിക്കും, നീ ഇത് എന്തിനെ പറ്റിയായി പറയുന്നത്? ഏത് വാച്ചാ നീ തിരക്കുന്നേ എന്ന്. അപ്പോൾ സോള് പറയും, അതിനെപ്പറ്റിയൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്കിപ്പോൾ ആ വാച്ച് വേണം. ആ വാച്ച് കിട്ടിയാൽ മാത്രമേ എനിക്ക് പാസ്റ്റിൽ പോയിട്ട് സുഞ്ചയുടെ ഈ ഒരു ഫേറ്റിനെ ചേഞ്ച് ആക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഈ സുഞ്ചയുടെ ഫ്രണ്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ നല്ല സങ്കടവും ഉണ്ടായിരുന്നു. നമ്മുടെ സോളാണെങ്കിൽ ആ വാച്ച് തേടാൻ വേണ്ടിയിട്ട് വീണ്ടും തുടങ്ങും. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ പറയാനായിട്ട് തുടങ്ങും, ആ വാച്ച് അവൻ എന്നേ കൊണ്ട് കളഞ്ഞു. അവനിത് പണ്ട് തന്നെ നഷ്ടപ്പെടുത്തിയതാ. അവൻ ആ വാച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. എന്നാൽ അവൻ ആ വാച്ച് കണ്ടുപിടിക്കാനേ പറ്റിയില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ടങ്ങ് തകർന്നു പോകും. എന്താണെന്ന് വെച്ചാൽ അവക്കാണെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം അവൻ്റെ ആ വാച്ചായിരുന്നില്ലേ. അതിപ്പോൾ കാണാതായി കഴിഞ്ഞാൽ അവക്കിനി ഒരിക്കലും പാസ്റ്റിലോട്ട് പോകാൻ പറ്റത്തില്ല. അവൾ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ സോളാണെങ്കിൽ അവിടെ നിന്നും അങ്ങനെ ഇറങ്ങി നടന്നു വരുന്നേയും അവിടെയായിട്ട് TV-യിൽ ന്യൂസ് പ്ലേ ആകുമായിരുന്നു. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഞ്ചയനെ കൊല്ലാൻ വന്ന ആ കില്ലറില്ലേ, അയാളുമായിട്ട് സുഞ്ചയ്ക്ക് പണ്ടേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 2009 അവനാണെങ്കിൽ ഈ കില്ലറിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചായിരുന്നു. അതും അവൻ്റെ ഒരു ഫ്രണ്ടിനെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോളിനൊന്നും മനസ്സിലാവത്തില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ സോളിന് ആക്സിഡൻറ്റ് പറ്റിയതും അവളെ ആ കില്ലർ കൊല്ലാൻ നോക്കിയതും എല്ലാം 2008 2009 എന്താ നടന്നതെന്ന് അവൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. സത്യത്തിൽ നമ്മുടെ സോളാണെങ്കിൽ 2008 ഇങ്ങ് ടൈം ട്രാവൽ ചെയ്ത് പ്രസൻറ്റിൽ വന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം എന്താ നടന്നതെന്ന് അവൾക്ക് യാതൊരു പിടുത്തവും ഇല്ല. അങ്ങനെ അവളാണെങ്കിൽ ഇരുന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാവും, അതായത് 2009 ഈ കില്ലർ ഇവളെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ അവളാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നേരെ വന്ന് കാണുന്നത് വേറെ ആരെയല്ല, നമ്മുടെ തേസങ്ങിൻ്റെ അച്ഛനെ തന്നെയാണ്. എന്നാൽ അവൾക്കറിയത്തില്ല ഇത് തേസങ്ങിൻ്റെ അച്ഛനാ എന്ന്. അതിനകത്താണെങ്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് അന്ന് നടന്ന സംഭവം വിവരിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ സോളാണെങ്കിൽ അതിരുന്ന് വായിച്ചു നോക്കാനായിട്ട് തുടങ്ങും. അവൾക്കിപ്പോൾ അത് വായിക്കുമ്പോൾ ഓരോരോ മെമ്മറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നീട് കാണിക്കുന്ന 2009 നടന്ന സംഭവമാണ്. നമ്മുടെ സുഞ്ചിയാണെങ്കിൽ ഇങ്ങനെ നടന്നു വരാൻ നേരത്ത് വഴിയിലായിട്ട് കുറച്ച് ബുക്ക് കിടക്കുന്നതാണ്. അങ്ങനെ അവനാണെങ്കിൽ ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്തുവാ, അതിനകത്ത് എഴുതിയിരിക്കുന്ന പേര് നമ്മളുടെ സോളിൻ്റെ ആയിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ ഒരു കാര്യം മനസ്സിലാവും, ഈ പരിസരത്ത് എവിടെയായിട്ട് സോളുണ്ട് എന്ന്. അവനങ്ങനെ അവളെ അവിടെ എല്ലാം നോക്കും. അവിടെയായിട്ടൊരു ബഹളവും കേൾക്കും. അങ്ങനെ നമ്മുടെ സുഞ്ചയാണെങ്കിൽ ആ ബിൽഡിങ്ങിലോട്ട് കയറി വരുന്നത് അവിടെയായിട്ട് നമ്മളുടെ സോൾ ഇങ്ങനെ ഓടി വരുവാണ്. അതും ആ കില്ലറിനെ പേടിച്ചിട്ട്. ഇവളെ കാണുന്നതും നമ്മളുടെ സുഞ്ച ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. പെട്ടെന്ന് തന്നെ സോളാണെങ്കിൽ
ഇവൻ്റെ അടുത്തായിട്ട് വന്നിട്ട് അങ്ങ് ബോധം കെട്ടങ്ങ് വീഴും. അവൾക്ക് ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ സുഞ്ചിക്ക് മനസ്സിലാവും ഇവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരോ ട്രൈ ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ ഈ കില്ലറിനെ പിടിക്കാനായിട്ട് പോകും. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കിടയിൽ നല്ലൊരു ഫൈറ്റിംഗ് തന്നെ സ്റ്റാർട്ടാവും. ഈ കില്ലറാണെങ്കിൽ നമ്മുടെ സുഞ്ചേനെ ഒരു ഗ്ലാസ്സിനകത്തൂടെയൊക്കെ എടുത്തെറിയൊക്കെ ചെയ്യും. അങ്ങനെ അവൻ്റെ മുഖത്ത് നല്ലപോലെ പരിക്കൊക്കെ പറ്റും. ഇതേ പരിക്ക് തന്നെയാണ് നമ്മുടെ സോളാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സുഞ്ചയുടെ നെറ്റിയിൽ കണ്ടില്ലായിരുന്നോ. അങ്ങനെ നമ്മുടെ സുഞ്ചയാണെങ്കിൽ വേഗം തന്നെ അവൻ്റെ കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്തിട്ട് ഈ കില്ലറിൻ്റെ തലക്കിട്ടൊരു അടി എങ്ങ് വെച്ചു കൊടുക്കും. അതേസമയം തന്നെ അവിടെ പോലീസും വന്നിട്ടുണ്ടായിരുന്നു. സുഞ്ച ആദ്യമേ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടാണ് ആ ബിൽഡിങ്ങിലായിട്ട് ഓടിക്കേറി വന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വായിക്കുന്നേ നമ്മുടെ സോളാണെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ടും തകർന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുഞ്ചയ്ക്ക് ഇപ്പോൾ അപകടം പറ്റാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സോള് തന്നെയല്ലേ. അവൾ ഇതൊക്കെ വായിച്ചിട്ട് ഭയങ്കരമായിട്ടും കരയാൻ തുടങ്ങും. സോളിനെ രക്ഷിക്കാൻ വന്നത് സുഞ്ചയായിരുന്നില്ലേ. അവനാണെങ്കിൽ ആ കില്ലറിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ആ കില്ലറിന് നമ്മുടെ സുഞ്ചയുടെ അടുത്ത് ഭയങ്കര ദേഷ്യം. അവൻ അതുകൊണ്ട് തന്നെയാണ് ജയിലിൽ നിന്ന് വന്ന ഉടനെ തന്നെ സുഞ്ചനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളിന് വേറെ ഒരു കാര്യം മനസ്സിലാവും. അതായത് മുന്നേയും നമ്മുടെ സുഞ്ചയാണെങ്കിൽ മരിച്ചു പോയില്ലായിരുന്നോ. ആ സമയത്തും ഇവൻ്റെ മരണത്തിനുള്ള റീസൺ ആയിട്ടുള്ളത് വേറെ ആരുമല്ല, ഈ കില്ലർ തന്നെയാ എന്ന്. അവൻ തന്നെയാണ് സുഞ്ചനെ വന്നിട്ട് അവൻ്റെ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് തള്ളി തറയിലിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തത്. എന്നാൽ അവൻ അതിനെ ഒരു സൂയിസൈഡ് ആക്കിയങ്ങ് മാറ്റി. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിട്ടല്ലേ കണ്ടേക്കുന്നത്. ഇതൊക്കെ വായിക്കുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. യഥാർത്ഥത്തിൽ സുഞ്ചയുടെ മരണത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്ന വേറെ ആരുമല്ല, നമ്മുടെ സോള് തന്നെയാണ്. അതവൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ സോളാണെങ്കിൽ ആ കേസ് റിപ്പോർട്ടൊക്കെ വായിച്ചിട്ട് ഭയങ്കരമായിട്ടിരുന്ന് കരയാനായിട്ട് തുടങ്ങും. അവൾക്കാണെങ്കിൽ ഇപ്പോൾ സങ്കടം സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ അതിനകത്തുള്ള ഫോട്ടോസൊക്കെ നോക്കുന്നേ പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണിലായിട്ട് പെടും. അതായത് അതിനകത്തുള്ള ആ ഒരു തെളിവിൻ്റെ സംഭവങ്ങളിലായിട്ടേ നമ്മുടെ സുഞ്ചയുടെ വാച്ചും ഉണ്ടായിരുന്നു. ഇത് കാണുന്നേ സോളിന് ഭയങ്കര സന്തോഷമാവും. അവൾ വേഗം തന്നെ നമ്മുടെ തേസംഗിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ചോദിക്കും, അന്ന് ആ കേസ് എടുത്ത സമയത്ത് നിങ്ങൾക്ക് തെളിവായിട്ട് കിട്ടിയ സാധനങ്ങളില്ലേ, അതെല്ലാം എവിടെയാണ് വെച്ചേക്കുന്നേ എന്ന്. ഉടനെ തന്നെ അയാൾ പറയും, നിന്റെ സാധനങ്ങളായിരുന്നു കൂടുതലും, അതെല്ലാം ഞങ്ങൾ നിനക്ക് തന്നെ തിരിച്ചു തന്നു എന്ന്. ഇത് കേൾക്കുന്നേ സോളിനൊന്നും മനസ്സിലാവത്തില്ല. അവൾ വിചാരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം സുഞ്ചയുടെ വാച്ച് ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന്. അവളങ്ങനെ അവിടെ എല്ലാം തേടി നോക്കാനായിട്ട് തുടങ്ങും. അവൾ അവിടെ എല്ലാം വലിച്ചു വാരുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ വന്നിട്ട് ചോദിക്കും, അല്ല നീ എന്തോ ഇവിടെ ഇങ്ങനെ വലിച്ചു വാരുന്നേ, നീ എന്തോ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ സോള് പറയും, അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഞാനൊരു വാച്ചാണ് നോക്കിക്കൊണ്ടിരിക്കുന്നേ എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ സോളിൻ്റെ മുത്തശ്ശി വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിലായിട്ട് നമ്മുടെ സുഞ്ചയുടെ വാച്ചും ഉണ്ട്. ഉടനെ തന്നെ അവൾ ആ വാച്ച് കാണുന്നേ മുത്തശ്ശി എടുത്ത് ചോദിക്കും, മുത്തശ്ശി ഈ വാച്ച് മുത്തശ്ശിക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന്. അല്ലെങ്കിൽ ഇവളുടെ മുത്തശ്ശി പണ്ട് തൊട്ടേ നമ്മളുടെ സുഞ്ചയുടെ വാച്ച് എടുത്ത് കയ്യിൽ കെട്ടാറുണ്ടല്ലോ. ഉടനെ തന്നെ മുത്തശ്ശി പറയും, എനിക്കറിയായിരുന്നു നിനക്കിത് ആവശ്യം വരുമെന്ന്, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു എന്ന്. സോളാണെങ്കിൽ അവളുടെ മുത്തശ്ശി എടുത്ത് എനിക്ക് ഈ വാച്ച് വരുമോ എന്ന് ചോദിക്കും. ഉടനെ തന്നെ ഈ മുത്തശ്ശിയാണെങ്കിൽ വലിയ വാശിയൊന്നും പിടിക്കാണ്ട് നമ്മുടെ സോളിന് ആ വാച്ച് എടുത്തങ്ങ് കൊടുക്കും. അതേസമയം തന്നെ നമ്മുടെ സുഞ്ചനെ കാണിക്കും. അവൻ്റെ ഓപ്പറേഷനൊക്കെ ഇപ്പോൾ കഴിഞ്ഞായിരുന്നു. എങ്കിലും നമ്മുടെ സുഞ്ചയ്ക്കാണെങ്കിൽ ഇതുവരെയും ബോധമൊന്നും വന്നിട്ടില്ല. അവൻ ഇപ്പോഴും കോമാ സ്റ്റേജിൽ തന്നെ കിടക്കുന്നത്. ഇതാണെങ്കിൽ കാണുന്നേയും അവൻ്റെ അച്ഛനാണെങ്കിൽ സഹിക്കാൻ കൂടി പറ്റത്തില്ല. നമ്മുടെ സോളാണെങ്കിൽ സുഞ്ചയുടെ വാച്ചില്ലേ അതുമായിട്ട് അവനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വരും. കറക്റ്റ് 12 മണിയാവുന്നതും അവളിങ്ങനെ നോക്കി നിൽക്കുവാണ്. അവളവിടെ സുഞ്ചയെടുത്ത് പറയും, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ പാസ്റ്റിനെ ചേഞ്ച് ആക്കിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് 12 മണിയാവുന്നേ നമ്മുടെ സോൾ അവിടെ നിന്നിട്ട് ആ വാച്ചിനകത്തായിട്ട് പ്രസ് ചെയ്യും. അങ്ങനെ നമ്മുടെ സോള് ടൈം ട്രാവൽ ചെയ്ത് വീണ്ടും 2009 എത്തും. സോള് കണ്ണുറന്ന് നോക്കുമ്പോൾ എന്തോ അവളാണെങ്കിൽ ഇപ്പോൾ ഏതൊരു പൊക്കപ്പുറത്ത് ഒരു സ്ഥലത്തായിട്ട് ഇരിക്കുമായിരുന്നു. അവൾക്ക് എന്തോ കാര്യമൊന്നും മനസ്സിലാവത്തില്ല. നോക്കുമ്പോൾ അവൾക്ക് ചുറ്റിനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ സോളിപ്പോൾ എവിടെ ഇരിക്കുന്നതെന്നറിയാവോ? അവിടെയുള്ള ഒരു കുതിരയുടെ വലിയ ശില്പത്തിൻ്റെ മുകളിലായിട്ടാണ്. ഇവളെ കാണുന്നേ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കും, സോൾ നിനക്ക് എന്തോ പറ്റി, നീ എന്തിനാ ആ കുതിരപ്പുറത്ത് കയറി ഇരിക്കുന്നേന്ന്, നീ അതിൽ നിന്ന് വീഴുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ സോളിനെ നല്ലതുപോലെ പേടിപ്പിക്കും. അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. അവൾ വേഗം തന്നെ അതിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നേ അവളുടെ കാല് സ്ലിപ്പായിട്ട് അവിടെ നിന്ന് വീഴാനായിട്ട് വരും. അവിടെയായിട്ട് നമ്മുടെ യൂനു ഓടി വരുന്നുണ്ടായിരുന്നു. ഇത് കാണുന്നേയും അവിടെ നിന്ന് എല്ലാവരും നമ്മുടെ സോളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെയായിട്ട് ഓടി അങ്ങ് വരും. പെട്ടെന്ന് തന്നെ സോള് വിചാരിക്കും, ദൈവമേ, ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലോട്ട് വന്നിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ എൻ്റെ കഥ കഴിക്കുന്ന ലക്ഷണമാണല്ലോ എന്ന്. അവൾ വിചാരിക്കും അവൾ ഈ സ്പോട്ടിൽ തന്നെ ചത്തുപോകുമെന്ന്. അങ്ങനെ അവൾ ഭയങ്കര സ്ലോ മോഷനിൽ അവിടെ നിന്ന് താഴോട്ട് വന്ന് വീഴുന്നേ. അവളെ പിടിക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ സുഞ്ചയായിരുന്നു. സുഞ്ചനെ കാണുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. അവളാണെങ്കിൽ വിചാരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഏതാ സ്ഥലമെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോൾ ഇപ്പോൾ കോളേജിലാണ് പഠിക്കുന്നത്. 2009 അവൾക്കത് കാണുന്നേ ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടലായിരുന്നു. സുഞ്ചനെ കാണുന്നേ അതിനെക്കാട്ടിയും വലിയ ഞെട്ടൽ. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ യൂന് ഓടി വരും. അവളാണെങ്കിൽ ഇവരെ രണ്ടുപേരും ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്
കണക്ക് സുഞ്ചനെ കണ്ടിട്ട് ചോദിക്കും, അയ്യോ നീ ഈ കോളേജിലാണോ പഠിക്കുന്നേന്ന്. ഈ തക്കം നോക്കി നമ്മുടെ സോളാണെങ്കിൽ വേഗം തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നങ്ങ് ഓടിപ്പോവും. അതായത് ഏതൊരു പ്രേതത്തിനെ കണ്ട് ഓടുന്ന കണക്ക് അവൾ ഓടിപ്പോകുന്നേ നമ്മുടെ ഈ യൂൻ വിചാരിക്കും, എന്നാൽ ഇവക്ക് ഇതെന്തോ പറ്റി, ഇവളെന്തിനാ ഈ സുഞ്ചനെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചോടുന്നേ എന്നും. ഉടനെ തന്നെ യൂനാണെങ്കിൽ അവിടെ നമ്മുടെ സുഞ്ച എടുത്ത് സോളിന് പകരം താങ്ക് യു പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് ഓടും. യൂൻ വന്നിട്ട് നമ്മുടെ സോളിൻ്റെ അടുത്ത് വയ്ക്കും, ഡി അവിടെ നിന്നേ, നീ എന്ത് പണിയായി കാണിച്ചേ, നിന്നെ രക്ഷിക്കാൻ വന്നവനല്ലേ ആ സുഞ്ചെ, എന്നിട്ട് നീ എന്തിനാ അവൻ്റെ അടുത്ത് ഒരു താങ്ക് യു പോലും പറയാണ്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങ് ഓടിയത്, നിനക്കൊരു താങ്ക് യു എങ്കിലും പറയാമായിരുന്നു, അതല്ലേ ഒരു മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത്. ഉടനെ തന്നെ നമ്മുടെ സോള് പറയും, അത് എനിക്ക് അവനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഇല്ലായിരുന്നു, അതുകൊണ്ടാ എന്ന് പറയും. ഉടനെ തന്നെ അവളുടെ ഫ്രണ്ട് ചോദിക്കും, അല്ല നീ എന്ത് വിചാരിച്ചു വെച്ചേക്കുന്നത്, നിന്റെ പുറകെ അവൻ നടന്നിട്ടുണ്ട് എന്നും പറയട്ടെ, അവൻ ഇപ്പോഴും നിന്റെ പുറകെയാണെന്നോ, ഈ കോളേജിൽ എന്തുമാത്രം നല്ല പെങ്കൊച്ചുങ്ങളുണ്ടെന്നറിയാവോ, അപ്പോൾ ഉറപ്പായിട്ട് അവൻ മൂവ് ഓൺ ആയി കാണും, നീ അവൻ്റെ അടുത്ത് ഇത്രയും ഓക്വേർഡ് ആവേണ്ട കാര്യമൊന്നുമില്ല, എന്തൊക്കെയായിരുന്നാലും നീ ഇപ്പം കാണിച്ച ഭയങ്കര മോശമായിപ്പോയി, അവൻ നിന്നെ രക്ഷിച്ചിട്ട് നീ അവൻ്റെ അടുത്തൊരു താങ്ക് യു പോലും പറയാണ്ട് ഇങ്ങനെ അങ്ങ് ഓടി വന്നല്ലോ എന്നും പറഞ്ഞ് യൂൻ അവളെ നല്ലതുപോലെ വഴക്ക് പറയും. ഉടനെ തന്നെ നമ്മളുടെ സോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കും, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, എനിക്കാണെങ്കിൽ സുഞ്ചയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, എന്നാൽ ഞാൻ അവൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം പ്രശ്നം വരാൻ പോകുന്നത് അവന് തന്നെയായിരിക്കും, എന്നെ കാരണം അവൻ്റെ ജീവിതത്തിലാണ് ഒരുപാട് നാശങ്ങളൊക്കെ വരാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അടുത്തൊന്ന് മാറിയിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് നമ്മുടെ സോളാണെങ്കിൽ വിചാരിക്കും, ഞാനിപ്പോൾ സുഞ്ചേനെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, എനിക്ക് ആ കില്ലറിനെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റത്തുള്ളൂ, സുഞ്ച ആ കില്ലറിനെ കാണാനേ പാടില്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുഞ്ച ആ കില്ലറിനെ കണ്ടാൽ മാത്രമാണല്ലോ അവനാണെങ്കിൽ അതിൻ്റെ പേരിൽ സുഞ്ച എടുത്ത് റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്, അവൾ അങ്ങനെ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കും. ഉടനെ തന്നെ നമ്മളുടെ ഈ യൂൻ പറയാൻ തുടങ്ങും, ആ എങ്കിൽ പിന്നെ ശരി, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, നീ ആണെങ്കിലേ ഞാൻ ഈ തരുന്ന പാഴ്സൽ നിന്റെ ചേട്ടനൊന്ന് കൊടുത്തേക്കണം, ഇത് ചേട്ടനുള്ളയാന്നും പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളിനെ തന്നെയാണ്. അവളാണെങ്കിൽ ഇപ്പം നേരെ വന്നിരിക്കുന്നത് തന്നെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ്. അവൾ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, അതായത് ഇപ്പം നമ്മുടെ സോള് ടൈം ട്രാവൽ ചെയ്ത് വന്നേക്കുന്നത് ഇവക്ക് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ആക്സിഡൻ്റ് ഇല്ലേ, അതിനൊരു 2 മാസം മുന്നേ ആയിട്ടാണ്, ഇനി ആ സംഭവം കിടക്കാൻ 2 മാസം ടൈം കൂടിയുണ്ട്. അവളങ്ങനെ ആലോചിച്ച് നോക്കും, പോലീസാണെങ്കിൽ ആ കേസിനെ പറ്റി എഴുതിയ എല്ലാ കാര്യങ്ങളും, അങ്ങനെ അവൾ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി വന്നിട്ട് എല്ലാ സത്യവും പറയാനായിട്ട് തുടങ്ങും. അതായത് കഴിഞ്ഞ വർഷം എന്നെ ഒരു കില്ലറാണെങ്കിൽ തട്ടിക്കൊണ്ട് പോയായിരുന്നു, അയാൾ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്, എന്നാൽ ഞാൻ അയാളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വന്നേ എന്ന്. ഇത് കേൾക്കുന്ന ആ പോലീസുകാരനൊന്നും മനസ്സിലാവത്തില്ല. ഉടനെ എന്നെ സോള് പറയും, ആ സമയത്ത് എൻ്റെ ഓർമ്മ പോയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അന്ന് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാഞ്ഞേ, അയാൾ എന്നെ വീണ്ടും കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുവാണ്, അയാൾക്ക് ഒരു ക്യാബുണ്ട്, അയാൾ ആ ക്യാബിലാണ് ഫുൾ കറക്കവും. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഈ പോലീസുകാരൻ ചോദിക്കും, എന്നിട്ട് എന്താ ഇയാൾ ഇത്രയും കാലം ഇത് പറയാഞ്ഞത്? അപ്പോൾ അവൾ പറയും, എനിക്കിപ്പോൾ റീസെൻ്റായിട്ടാണ് ഓർമ്മ വന്നത്, അതുകൊണ്ടാണ് ഞാൻ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്, അയാളെ കൊണ്ട് എൻ്റെ ലൈഫിന് ഭയങ്കര ആപത്താണ് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ പോലീസ് അതിനെ സീരിയസ് ആയിട്ട് എടുക്കും. ഉടനെ എന്നെ സോള് പറയും, അയാളെ പിടികൂടാനുള്ള വേറെയും കുറേ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, മുന്നേ അവിടെ പാലത്തിലായിട്ട് ഒരു മർഡർ കേസ് നടന്നില്ലായിരുന്നോ, അതിൻ്റെ അകത്തെ പ്രതിയും ഇതേ ആൾ തന്നെയായിരുന്നു, അയാളുടെ കീ ചെയിൻ എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സോളാണെങ്കിൽ തെളിവെല്ലാം എടുത്തു കൊടുക്കും. ഇതൊക്കെ കാണുന്നേ പോലീസുകാർക്കാണെങ്കിൽ ഭയങ്കര വിശ്വാസം വരും. പോലീസുകാരൻ പറയും, മോള് വിഷമിക്കേണ്ട, നിനക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങൾ തരാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സോളാണെങ്കിൽ അവളുടെ വീടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നടന്നു വരുന്നതാണ്. സോള് വിചാരിക്കും, ആ കില്ലറെ ഏത് നിമിഷം വേണമെങ്കിലും എന്നെ തട്ടിക്കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട്, അവനെ കൊണ്ട് എനിക്ക് എപ്പം വേണമെങ്കിലും ആപത്ത് വരാമെന്ന്. അങ്ങനെ അവളാണെങ്കിൽ ഒരു ഷോപ്പിൽ കയറിയിട്ട് സെൽഫ് ഡിഫെൻസിനുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും വാങ്ങിക്കും. അവൾ വിചാരിക്കും, ഇതുകൊണ്ട് അവനെ ഞാൻ ശരിയാക്കുമെന്ന്. അവളങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുന്നതും അവിടെയായിട്ട് ഒരു കൊച്ചിറക്കനാണെങ്കിൽ പേടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അവൻ്റെ മുമ്പിലായിട്ട് ഒരാൾ നിൽപ്പുണ്ട്, അവൻ്റെ കയ്യിലായിട്ട് പണവും ഉണ്ട്. ഇത് കാണുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ട് അങ്ങ് തെറ്റിദ്ധരിക്കും. അവളെ വിചാരിക്കാം, കൊച്ചിറക്കൻ്റെ കയ്യിൽ നിന്ന് ഇവനാണെങ്കിൽ പൈസ തട്ടിയെടുക്കുക എന്ന്. അവളങ്ങനെ കയ്യിരുന്ന് ആ സ്റ്റിക്കും എടുത്തിട്ട് ഇവനെ അടിക്കാനായിട്ട് അവിടെയായിട്ട് ഓടി വരും. പെട്ടെന്ന് തന്നെ ആ വലിയ ആൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതാരാന്നറിയാവോ, നമ്മുടെ തേസങ്ങ് തന്നെ ആയിരുന്നു. ഇവനാണെങ്കിൽ സോളിനെ കാണുന്നേ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കാവും. അവൻ ചോദിക്കും, ആഹാ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഇവിടെ എന്തെടുക്കുക, നമ്മൾ എത്ര കാലത്തിന് ശേഷം കാണുന്നേ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ സോളാണെങ്കിൽ ഇവനെ കാണുന്നേ ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോവും. അവളാണെങ്കിൽ ചോദിക്കും, എന്നാലും നീ ഇപ്പോഴും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ, ആ കൊച്ചിറക്കൻ്റെ കയ്യിൽ നിന്ന് എന്തിനാ വെറുതെ പൈസ അടിച്ച് മാറ്റുന്നത്, നിനക്ക് ഇപ്പോഴും ഇങ്ങനത്തെ പരിപാടികൾ തന്നെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് തേസങ്ങിനെ വഴക്ക് പറയാൻ തുടങ്ങും. ഉടനെ തന്നെ തേസങ്ങ് ചോദിക്കും, അതേ എക്സ് ഗേൾ ഫ്രണ്ട്, നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെയൊക്കെ ഉള്ള കാറ്റഗറിയിൽ പെടുത്തുന്നത്, ഞാൻ ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിക്കുമായിരുന്നില്ല, നിനക്ക് എന്താ കണ്ണ് കണ്ടൂടെ എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ തിരിയുന്നതും പെട്ടെന്ന് തന്നെ ആ കൊച്ചിറക്കനാണെങ്കിൽ താങ്ക്സ് ചേട്ടാ, പൈസയ്ക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടി അങ്ങ് പോകും. ഇത് കാണുന്നേ സോളിനൊരു കാര്യം മനസ്സിലാവും, അതായത്
അതായത് അവൾ ഇവനെ തെറ്റിദ്ധരിച്ചതാ എന്ന്. അങ്ങനെ നമ്മളുടെ സോളും അതേപോലെ തന്നെ തേസങ്ങും കൂടി ചേർന്നിട്ട് അവിടെ വന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. തേസങ്ങാണെങ്കിൽ പറയും, ആഹാ എന്തായിരുന്നാലും നിന്നെ കുറെ കാലത്തിന് ശേഷം കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നീ ഇപ്പം എന്തെടുക്കുവാണ്? അപ്പം നമ്മുടെ സോളാണെങ്കിൽ അവൾ ചെയ്യുന്ന കാര്യമൊക്കെ പറയാനായിട്ട് തുടങ്ങും. അപ്പോൾ അവൾ ചോദിക്കും, നീ ഇപ്പോഴും ഇങ്ങനെ അടി ഇഴിന്നൊക്കെ പറഞ്ഞിട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുവാണോ? ഉടനെ തന്നെ നമ്മുടെ തേസങ്ങ് പറയും, ആരാ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്താ ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ആയി, ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ തേസങ്ങാണെങ്കിൽ ഈ അടിപിടിയൊക്കെ കാരണം സ്കൂൾ മാറി പോവുകയല്ലേ ചെയ്തത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളിന് അത് കേൾക്കുന്നേ ഭയങ്കര സന്തോഷമാണ്. അവളാണെങ്കിൽ തേസങ്ങിൻ്റെ ഷോൾഡറിലായിട്ട് തട്ടിയിട്ട് പറയും, എനിക്ക് നിൻ്റെ കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്, നീ നല്ല മിടുക്കനാ, നീ എന്തായിരുന്നാലും മുന്നത്തെ പോലെ തന്നെ അടിപിടിയെന്നും പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോയില്ലല്ലോ എന്ന്. ഇവളിങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നേക്കുന്നതും തേസങ്ങ് ചോദിക്കും, എന്ത് പറ്റി? നിനക്ക് ഇപ്പോഴും ഞാൻ സുന്ദരനായിട്ട് തോന്നുന്നുണ്ടോ? എൻ്റെ അടുത്ത് നിനക്ക് ഇപ്പോഴും ക്രഷ് ഉണ്ടോ? ഇത് കേൾക്കുന്നേ നമ്മുടെ സോളങ്ങ് ഒരുമാതിരിയാവും. അവൾ പറയും, എൻ്റെ പൊന്നോ എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് നിന്നെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഉടനെ തന്നെ അവൾ ചോദിക്കും, അല്ല നീ എന്ത് ബിസിനസ്സാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ തേസങ്ങ് പറയും, അതോ ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു ഫാഷൻ തന്നെയാണ് തുടങ്ങി വെച്ചേക്കുന്നതെന്ന്. അതേസമയം തന്നെ നമ്മുടെ സോളിൻ്റെ ചേട്ടനെ കാണിക്കും. അവനാണെങ്കിൽ അവിടെ സിസ്റ്റത്തിൽ ഇരുന്നിട്ട് നമ്മുടെ തേസങ്ങിൻ്റെ ആ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളിൻ്റെ ചേട്ടൻ വിചാരിക്കും, എനിക്കല്ലേലും പണ്ട് തൊട്ടേ ഇവൻ്റെ ആ ഒരു സ്റ്റൈല് ഭയങ്കര ഇഷ്ടമായെന്ന്. അവൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന സോളിനെയും അതേപോലെ തന്നെ തേസങ്ങിനെയും തന്നെ. അവരിങ്ങനെ കുറേ നേരം സംസാരിച്ചതിന് ശേഷം അവസാനം നമ്മുടെ തേസങ് പറയും, എന്തായിരുന്നാലും നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവളെ നോക്കി സൈറ്റ് മേടിച്ചിട്ട് അവിടെ ഇരുന്ന് ഒരു പാക്കറ്റ് എടുത്തിട്ടങ്ങ് പോകും. സത്യം പറഞ്ഞാൽ ഈ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂനാണെങ്കിൽ സോളിൻ്റെ കയ്യിൽ കൊടുത്തില്ലായിരുന്നോ, അതായത് സോളിൻ്റെ ചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പാക്കറ്റ് അവൻ എടുത്തിട്ട് പോകുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോള് വിചാരിക്കും, ഇവൻ ഇത്രയും വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സുഞ്ചേനെയാണ്. അവനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഭയങ്കര സങ്കടപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. എടാ ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് സോളിന് എന്നെ ഇഷ്ടമല്ല, അവൾക്ക് എന്നെ ഓർമ്മയില്ലെന്നായിരുന്നു. എന്നാൽ ഇന്നാണെങ്കിൽ ഞാൻ അവളെ കഷ്ടപ്പെട്ട് അവൾ താഴെ വീഴാനായിട്ട് വന്നപ്പോൾ അവളെ രക്ഷിച്ചായിരുന്നു. അവളാണെങ്കിൽ എന്നെ കണ്ട ഉടനെ ഒരു പ്രേതത്തിനെ കണ്ട പോലെ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം ആയിരുന്നടാ. എന്നിട്ട് നമ്മളുടെ സുഞ്ചയെ പറയും, എന്നാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനും ഉണ്ട്. അവളെ ഞാൻ അത്ര ക്ലോസപ്പിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവളെ എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമുള്ളതുപോലെ ലവിങ് ആയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇത് കേൾക്കുന്ന അവൻ്റെ ഫ്രണ്ട് പറയും, എടാ അതൊക്കെ നിനക്ക് വെറുതെ തോന്നിയാണ്, അവൾക്ക് നിൻ്റെ അടുത്ത് ഫീലിങ്സ് ഒന്നുമില്ല. അവൾ നിൻ്റെ അടുത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴേ പറഞ്ഞേലേ നിന്നെ അവൾക്ക് ഇഷ്ടമല്ല എന്ന്. ഇനിയിപ്പോൾ പെട്ടെന്ന് എങ്ങനെയൊക്കെ ഫീലിങ്സ് വരാനാ? ഇത് കേൾക്കുന്നേ സുഞ്ചയങ്ങ് ഒരുമാതിരിയാവും. അവൻ സത്യത്തിൽ ഇവൻ അവനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ അവൻ്റെ അടുത്ത് വിഷമമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉടനെ എന്നെ സുഞ്ചയ പറയും, നിൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയല്ല, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആകപ്പാടെ ഉണ്ടായിരുന്ന സമാധാനം നീയായിട്ട് നശിപ്പിച്ച് തന്നിട്ടുണ്ട്. ഉടനെ എന്നെ നമ്മളുടെ സുഞ്ചയുടെ ഫ്രണ്ട് പറയും, എടാ മോനെ നിന്നെ ആദ്യം തൊട്ടേ എനിക്കറിയായിരുന്നു, നീ ഈ കോളേജിൽ പഠിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു നീ സോളിൻ്റെ കൂടെ ഒരു കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കുന്നേ എന്ന്. നിനക്ക് നാണമില്ലല്ലോ. ഇത് കേൾക്കുന്നേ നമ്മളുടെ സുഞ്ചയെ പറയാം, ആന്നടാ എനിക്കിത്തിരി നാണക്കുറവാണ്, നീ അതങ്ങ് സഹിച്ചോ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ ആയിട്ട് കയറി എങ്ങിരിക്കും. അതേസമയം തന്നെ നമ്മുടെ സുഞ്ചയുടെ ഫ്രണ്ടില്ലേ, അവൻ അവിടെ നോക്കുമ്പോൾ സുഞ്ചയാണെങ്കിൽ അവിടെ ഒരു പാട്ട് തന്നെ എഴുതി വെച്ചേക്കുവാണ്. സത്യത്തിൽ ഈ പാട്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സഡൻ ഷവർ എന്നാണ്. യഥാർത്ഥത്തിൽ ഈ പാട്ട് നമ്മളുടെ സുഞ്ച എഴുതിയേക്കുന്ന മെയിനായിട്ടും സോളിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോളിനെ ഓർത്തിട്ട്, അതായത് അവൻ എന്നാണോ അവളെ ഫസ്റ്റ് ടൈം ആ ഒരു ചെറിയ മഴ പെയ്ത സമയത്ത് മീറ്റ് ചെയ്തില്ലേ, ആ ഒരു മൊമെൻറ്റിനെ ഓർത്തിട്ടൊക്കെ അവൻ ഇത് എഴുതി വെച്ചേക്കുന്നത്. ഇത് കാണുന്നേ അവൻ്റെ ഫ്രണ്ട് ചോദിക്കും, ആഹാ നല്ല പാട്ടാന്നല്ലോ നീ എഴുതി വെച്ചേക്കുന്നത്, മിക്കവാറും ഇതും ആ സോളുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഉടനെ എന്നെ സുഞ്ചയ പറയും, അത് അവളുമായിട്ട് റിലേറ്റഡ് ഒന്നും അല്ല, അത് നിനക്ക് വെറുതെ തോന്നിയാ, ഞാൻ ജസ്റ്റ് എഴുതിയൊരു പാട്ടാണ് എന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അതങ്ങ് എങ്ങനെയെങ്കിലൊക്കെ ടോപ്പിക്ക് മാറ്റാനായിട്ട് നോക്കും. എന്നാൽ ഇവൻ്റെ ഫ്രണ്ട് വിടുന്ന ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ പറയും, എനിക്ക് നന്നായിട്ട് അറിയാടാ ഇതെന്താണ് മീനിങ് എന്ന്, നിനക്കാണെങ്കിൽ നല്ലൊരു കഴിവുണ്ട്, നിനക്ക് എൻ്റെ കൂടെ ബാൻഡിൽ പാടാൻ വന്നൂടെ. ഉടനെ തന്നെ നമ്മുടെ സുഞ്ചയാണെങ്കിൽ പറയും, എനിക്ക് ഒന്നിൻ്റെ കൂടെ താല്പര്യമില്ല, ഈ പാട്ടിനെ പറ്റി നിനക്ക് മാത്രമേ അറിയാവൂ, ഇതിനെപ്പറ്റി നീ വേറെ ആർക്കെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കും എന്നും പറഞ്ഞിട്ട് നമ്മുടെ സുഞ്ചയാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പറും തട്ടിപ്പറിച്ച് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളി
സോളിനെയാണ്. അവളാണെങ്കിൽ അവളുടെ വീടിൻ്റെ പരിസരത്തായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുമായിരുന്നു. അതേ സമയത്ത് തന്നെ നമ്മുടെ സുഞ്ചയും അതിലെ പാസ് ചെയ്തു പോകും. സുഞ്ചനെ കാണുന്ന നമ്മുടെ സോളാണെങ്കിൽ ദൂരെ നിന്ന് അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ അവനവളെ കാണത്തില്ലേ, അതുകൊണ്ടാണ് അവളിപ്പോൾ മാറി നിൽക്കുന്നത്. സുഞ്ച അവിടെ നിന്നൊന്ന് പോകുന്നതും പെട്ടെന്ന് തന്നെ സോളാണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് വരാനായിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സോളാണെങ്കിൽ അവളുടെ ആ ഒരു സ്റ്റഡി റൂമില്ലേ അവിടെ വന്നിരുന്നിട്ട് കലണ്ടറിലായിട്ട് മാർക്ക് ചെയ്യുന്നതാണ്. അതായത് 2 മാസം കഴിഞ്ഞിട്ടാണ് അവൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാൻ പോകുന്നേ എന്ന്. അവളങ്ങനെ അതെല്ലാം നല്ലതുപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നത്. പെട്ടെന്ന് തന്നെ അവളുടെ ചേട്ടൻ അവിടെയായിട്ട് വരും. എന്നിട്ട് പറയും, എടി എനിക്ക് നിൻ്റെ ഒരു സെൽഫി കിട്ടുമോ എന്ന്. ഉടനെ തന്നെ സോളിനൊന്നും മനസ്സിലാവാണ്ട് ചോദിക്കും, നീ ഇത് എന്തോ ഈ പറയുന്നേ. ഉടനെ തന്നെ അവളുടെ ചേട്ടൻ പറയും, ഇന്നത്തെ ദിവസം ഞാൻ കണ്ടായിരുന്നു, നീ ആണെങ്കിൽ ആ കുതിരപ്പുറത്തിരുന്നിട്ട് എല്ലാവരും നിൻ്റെ ഫോട്ടോ എടുത്ത് നല്ല കിടിലമായിട്ട് നിന്നെ വൈറലാക്കി തന്നിട്ടുണ്ട്. എൻ്റെ അനിയത്തിയാന്ന് പറയാൻ എനിക്ക് നല്ല അഭിമാനമാണ്. എന്തൊക്കെയായിരുന്നാലും എനിക്കൊരു സെൽഫി തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നും പറയട്ടെ അവൻ ഇവളെ കളിയായിക്കൊണ്ടിരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവളാണെങ്കിൽ ഇവളുടെ ചേട്ടനുമായിട്ട് അടി കൂടാനായിട്ട് തുടങ്ങും. അവസാനമാണെങ്കിൽ ഇവളുടെ കയ്യിലിരുന്ന ഡിഫൻസിൻ്റെ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അതിനകത്ത് ഒരു പെപ്പർ സ്പ്രേയും ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ വിചാരിക്കും എന്നാലും ഈ പെപ്പർ സ്പ്രേ വർക്കിംഗ് ആയിരിക്കുമോ എന്നും പറയട്ടെ അവൾ ജസ്റ്റ് അതൊന്ന് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. കറക്റ്റായിട്ട് അവളുടെ ചേട്ടനാണെങ്കിൽ അവളുടെ കീഴിലായിട്ട് വന്നങ്ങ് കയറും. അവസാനം ആ പെപ്പർ സ്പ്രേ കൊള്ളുന്നത് വേറെ ആർക്കുമല്ല നമ്മുടെ സോളിൻ്റെ ചേട്ടന് തന്നെയാണ്. അവൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും. അപ്പം നമ്മുടെ സോള് പറയും, എന്തൊക്കെയായിരുന്നാലും പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനത്തിന് ഒരു ഉപകാരം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സുഞ്ചയുടെ അടുത്താണെങ്കിൽ അവൻ്റെ അച്ഛൻ വന്നിട്ട് സംസാരിക്കുന്നതാണ്. അവൻ്റെ അച്ഛൻ വന്നിട്ട് പറയും, എടാ മോനെ, ഞാനാണെങ്കിൽ പുതിയ ഒരു ഹോസ്പിറ്റലിനെ പറ്റി കേട്ടായിരുന്നു. നിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഇഞ്ചുറി ശരിയാക്കാൻ അവരെ കൊണ്ട് പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. ഒരു ഫേമസ് ആയിട്ടുള്ള സ്വിമ്മർ ഉണ്ടായിരുന്നു, അവൻ്റെയും ഷോൾഡറിൻ്റെ പെയിൻ ഇതേ ആശുപത്രിക്കാരാണ് മാറ്റി കൊടുത്തത്. പക്ഷേ ഇതാണെങ്കിൽ കൊറിയയിലൊന്നുമല്ല, കൊറിയയ്ക്ക് പുറത്തായിട്ട് പോകണം. നിനക്ക് ഓക്കെ ആണോ? ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛൻ ഞാൻ എന്തായിരുന്നാലും ആലോചിച്ചിട്ട് പറയാം എന്ന്. അവനാണെങ്കിൽ അങ്ങനെ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇത് കേൾക്കുന്നേ അവൻ്റെ അച്ഛനും ചെറിയൊരു സങ്കടവും. എങ്കിലും അച്ഛൻ പറയും, നീ എങ്കിൽ പിന്നെ ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി എന്ന്. നമ്മുടെ സുഞ്ചയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് അവൻ എഴുതിയ ആ പാട്ടില്ലേ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ആ പാട്ടിനകത്തുള്ള മീനിങ്ങിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സുഞ്ചയാണെങ്കിൽ സോളിനെ ഫസ്റ്റ് ടൈം കണ്ടതും അവൻ ഇഷ്ടപ്പെട്ടതും അതേപോലെ തന്നെ അവളുടെ അടുത്ത് അവൻ ഇഷ്ടം പറഞ്ഞതും അവൾ അവനെ റിജക്റ്റ് ചെയ്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിരുന്നു. ഇതൊക്കെ വായിക്കുന്നതും സുഞ്ചയ്ക്ക് ഭയങ്കര സങ്കടമാവും. അവനിങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേസങ്ങിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നേരെ വന്നേക്കുന്നത് അവൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അച്ഛനാണെങ്കിൽ ഇപ്പം നൈറ്റ് ഡ്യൂട്ടിയോ അങ്ങനെ എന്തോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അവൻ വന്നിട്ട് ചോദിക്കും, അല്ല അച്ഛൻ എന്താ വീട്ടിലോട്ട് വരാത്തെ? നിങ്ങൾക്ക് എപ്പോഴും ജോലി മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തും കെയർ ചെയ്യേണ്ടേ, എന്തിനാ ഇവിടെ ഇങ്ങനെ പെറ്റി കിടക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ അച്ഛനെ കുറേ വഴക്ക് പറയും. നമ്മളാണെങ്കിൽ സീരീസിൻ്റെ തുടക്കത്തിൽ കണ്ടേലേ തേസങ്ങും അവൻ്റെ അച്ഛനും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാ എന്ന്. സത്യത്തിൽ സോൾ അവൻ്റെ ലൈഫിൽ വന്നതുകൊണ്ടാണ് തേസങ് അവൻ്റെ പേരൻസിൻ്റെ അടുത്തൊക്കെ ഇത്ര കെയറിങ് ആയിട്ട് സംസാരിക്കുന്നത്. അവൻ്റെ അച്ഛൻ പറയും, എടാ മോനെ നീ വിഷമിക്കണ്ട, ഞാൻ ഉടനെ തന്നെ വീട്ടിലായിട്ട് വരും, എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന്. അങ്ങനെ അയാളാണെങ്കിൽ നമ്മുടെ തേസങ്ങ് കൊണ്ടുവന്ന് കൊടുത്ത കവറില്ലേ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തായിട്ട് വേറെ ഏതോ സ്കൂൾ കുട്ടിയുടെ ഡ്രസ്സായിരുന്നു. പെട്ടെന്ന് തന്നെ അയാൾ ചോദിക്കും, ഡാ നിൻ്റെ അടുത്ത് ഞാൻ എന്തോ എടുത്തോണ്ട് വരാൻ പറഞ്ഞു, നീ എന്തോ ഈ എടുത്തോണ്ട് വന്നേക്കുന്നേ? ഈ ഡ്രസ്സ് കാണുന്നേ നമ്മുടെ തേസങ്ങിന് ഒരു കാര്യം മനസ്സിലാവും. അതായത് അവനാണെങ്കിൽ സോളിൻ്റെ കയ്യിൽ ഇരുന്ന ബാഗാണ് മാറി എടുത്തിട്ട് വന്നേന്ന്. എന്താണെന്ന് വെച്ചാൽ അവൾ പഠിക്കുന്ന കോളേജിലെ ഒരു ഡ്രസ്സായിരുന്നു അത്. തേസങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോളിനെയാണ്. അവളാണെങ്കിൽ അടുത്ത ദിവസം കിടന്ന് ഉറങ്ങുമായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ യൂൻ വരും. അവളാണെങ്കിൽ വന്ന ഉടനെ തന്നെ നമ്മളുടെ സോളിനെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് പറയും, നീ എന്തൊരു ഉറക്കോ ഈ ഉറങ്ങുന്നേ, മര്യാദയ്ക്ക് അങ്ങോട്ട് എഴുന്നേക്ക്, നമുക്കാണെങ്കിൽ ഇന്ന് ഫീൽഡ് ട്രിപ്പിന് പോകാനുള്ളതാ. ഇത് കേൾക്കുന്നേ സോളിനൊരു ബോധം ഉണ്ടായിരുന്നില്ല. അവൾ വിചാരിക്കും ഇവളിത് എന്തോ ഈ കിടന്ന് പറയുന്നേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളിൻ്റെ മൊബൈലായിട്ടൊരു മെസ്സേജ് വരും. വേഗം തന്നെ അതെടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ എന്തുവാ, അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നെയായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഇൻഫർമേഷൻസ് അനുസരിച്ച് ഞങ്ങളാണെങ്കിൽ ആ പ്രതിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ എല്ലാ നടപടികളും പ്രൊസീജിയർ വഴി നടക്കുന്നതായിരിക്കും എന്ന് പറയും. ഇത് വായിക്കുന്നത് നമ്മുടെ സോളിന് ഭയങ്കര സന്തോഷമാവും. ഉടനെ തന്നെ യൂനാണെങ്കിൽ സോളിൻ്റെ അടുത്ത് ചോദിക്കും, എടി നിൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ നിനക്ക് തന്ന പാഴ്സൽ നിൻ്റെ ചേട്ടന് കൊടുക്കണോ എന്ന്, നീ എന്നിട്ട് അത് കൊടുത്തില്ലേ? ഉടനെ എന്നെ സോള് പറയാം, അയ്യോടി ഞാൻ മറന്നുപോയെന്നും പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുന്നേ. പെട്ടെന്ന് തന്നെ യൂനാണെങ്കിൽ ആ പാക്കറ്റ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കും. അതിൻ്റെ അകത്താണെങ്കിൽ നമ്മളുടെ തേസങ്ങിൻ്റെ
നിന്റെ അച്ഛൻ്റെ ആ ബർമൂഡയല്ലേ അതായിരുന്നു ഉണ്ടായിരുന്നേ. ഇത് കാണുന്നേ നമ്മുടെ യൂനും അതേപോലെ തന്നെ സോളും ഭയങ്കരമായിട്ടും ബഹളം വെക്കും. അവർ രണ്ടുപേരും ഇതൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളും അതേപോലെ തന്നെ യൂനും കൂടി ആ ഫീൽഡ് ട്രിപ്പിന് വേണ്ടിയിട്ട് ബസ്സിലായിട്ട് വന്നിരിക്കുന്നതാണ്. എല്ലാവരും അവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രിപ്പ് പോകുമല്ലേ. എന്നാൽ ഇവിടെ നമ്മുടെ സോള് മാത്രമാണ് ഒട്ടും സന്തോഷിക്കാണ്ടിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുഞ്ചയുടെ ഡിപ്പാർട്ട്മെൻറ്റും ഇതേ വണ്ടിയിൽ തന്നെ ട്രാവൽ ചെയ്യുന്നത്. സുഞ്ചയാണെങ്കിൽ നമ്മളുടെ സോളിൻ്റെ തൊട്ട് പുറവെയായിട്ടാണ് ഇരിക്കുന്നത്. ഇവളാണെങ്കിൽ ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ടിരിക്കും. അവൾ വിചാരിക്കും ദൈവമേ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും സുഞ്ചയുടെ മുമ്പിൽ മാത്രം ചെന്ന് പെടല്ലേ എന്ന്. എന്നാൽ അവിടെയാണെങ്കിൽ സുഞ്ച ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കുവാണ്. സോളാണെങ്കിൽ എങ്ങനെയെങ്കിലും അവളുടെ തലയൊക്കെ കുനിച്ചു മറിച്ചൊക്കെ ഇരിക്കാൻ നേരത്ത് സോളിൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരുത്തനാണെങ്കിൽ അവിടെ ഒരു സ്റ്റോറി പറയാനായിട്ട് തുടങ്ങും. അതെ ഗായ്സ്, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, നമ്മൾ ഇന്ന് പോകുന്ന ട്രിപ്പിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും 2 കപ്പിൾസ് പരസ്പരം കിസ് ചെയ്യുവാണെങ്കിൽ എല്ലാവരും പറയുന്നത് അവർ ലൈഫ് ലോങ് ഒരുമിച്ചിരിക്കും, അവർ കല്യാണം കഴിക്കും എന്നൊക്കെയാണ്. അതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ പോലും ചെയ്യരുത്. ഇത് കേൾക്കുന്നേ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആവും. ഈ സീനിയർ ആണെങ്കിൽ അതിനനുസരിച്ച് കുറേ എക്സാമ്പിൾസ് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും ഇങ്ങനെയുള്ള ഒരുപാട് സീനിയേഴ്സ് ഇപ്പോൾ ഒരുമിച്ചാണ് ജീവിക്കുന്നേ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സുഞ്ചയുടെ അടുത്തായിട്ടൊരു പെണ്ണുണ്ട്. ആ പെണ്ണിനാണെങ്കിൽ സുഞ്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. അവളാണെങ്കിൽ സുഞ്ച എടുത്ത് ചോദിക്കും നിനക്ക് എന്തിനോടെങ്കിലും താല്പര്യമുണ്ടോ എന്ന്. ഉടനെ എന്നെ സുഞ്ചയ പറയും സോറി എന്നെ വെറുതെ വിട്ടേക്കണം, എനിക്ക് ഒന്നിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുണ്ടല്ലോ അവളുടെ മനസ്സിൽ കൂടിയും പോവും. അതായത് ഇന്നത്തെ ദിവസം തന്നെ സോളിൻ്റെ ചേട്ടനെ കാണുവാണെങ്കിൽ അവൻ്റെ അടുത്ത് അവളുടെ ഇഷ്ടം തുറന്ന് പറയണോ എന്ന്. ഇവളങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സോളിൻ്റെ അടുത്ത് സോളിൻ്റെ ചേട്ടനെ പറ്റി സംസാരിക്കാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ സോളാണെങ്കിൽ യൂനിനെ വാൺ ചെയ്യും. എടി എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല എൻ്റെ ചേട്ടൻ. നീ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞാല്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. എന്താന്ന് വെച്ചാൽ അവള് മനസ്സിൽ വിചാരിച്ച കാര്യമല്ലേ നമ്മുടെ സോൾ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ യൂൻ പറയും എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവള് വേഗം തന്നെ ടോപ്പിക്ക് ചേഞ്ച് ആക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ സോളിൻ്റെ ഒരു സീനിയർ ഇങ്ങനെ നടന്നു വരും. അവന് കുറച്ച് വണ്ണം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ സോളിനെ വന്ന് അങ്ങ് തട്ടും. സോളിൻ്റെ തൊപ്പിയും താഴെ പോവും. പെട്ടെന്ന് തന്നെ എന്തുവാ ഇവളുടെ ഈ സീനിയർ ആണെങ്കിൽ വായിക്കകത്ത് മൗത്ത് വാഷും വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവള് വന്ന് തട്ടിയത് കൊണ്ട് തന്നെ അവൻ അവസാനം ആ മൗത്ത് വാഷ് അങ്ങ് ഇറക്കും. ഇവനാണെങ്കിൽ നമ്മുടെ സോളിനോട് ഭയങ്കരമായിട്ട് അടിയിടും. അവൻ ചോദിക്കും നിന്നെ കാരണം ഞാൻ മൗത്ത് വാഷ് ഇറക്കി, നീ ഇതിന് കോമ്പൻസേറ്റ് ചെയ്യണം എന്ന്. ഉടനെ തന്നെ സോളാണെങ്കിൽ അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സോറിയൊക്കെ ചോദിക്കും. അവള് പറയും ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കത്തില്ല എന്നും പറഞ്ഞ് അവൾ വേഗം തന്നെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് അങ്ങ് മാറിയിരിക്കും. സത്യം പറഞ്ഞാൽ ഇവളുടെ ഏറ്റവും വലിയ പേടി സുഞ്ച ഇവളെ ശ്രദ്ധിക്കൂ എന്നുള്ളതാണല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവസാനം ഇവരാണെങ്കിൽ ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതാണ്. ഇവിടെ വന്ന് കാണുന്നത് നമ്മുടെ സോള് വീണ്ടും ഞെട്ടിപ്പോയായിരുന്നു. എന്താന്ന് വെച്ചാൽ സുഞ്ചയുടെയും അതേപോലെ തന്നെ സോളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ അവർ രണ്ടുപേരും അപ്പുറവും ഇപ്പുറമുള്ള ഒരു ബിൽഡിംഗ് ആണ് എടുത്തേക്കുന്നത്. അവിടെയാണ് ഇവരുടെ ഡെസ്റ്റിനേഷനും. ഇത് കാണുന്ന സോൾ വിചാരിക്കും എന്നാലും നോക്കിയാണ് രണ്ടുപേരും ഒരേ ഡെസ്റ്റിനേഷനിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവം പിക്ക് ചെയ്തത്, ഞാനിനി എന്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ സോളിൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവൻ എടുത്തേക്കുന്ന മേജർ എന്ന് വെച്ചാൽ അവനും ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് എടുത്തേക്കുന്നത്. ഇതേ സെയിം മേജർ തന്നെ ആണല്ലോ നമ്മുടെ സുഞ്ച എടുത്തേക്കുന്നത്. ഇവനാണെങ്കിൽ അവിടെ സീനിയറായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അവനാണെങ്കിൽ പോരാത്തതിന് അവിടെ പഠിപ്പിക്കുന്നുമുണ്ട്. ഇവൻ ഭയങ്കര ഗെറ്റപ്പിലൊക്കെ നിൽക്കുന്നേയും ഇത് കാണുന്നതും നമ്മുടെ യൂനുണ്ടല്ലോ അവളും ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ സോളിൻ്റെ ചേട്ടനായിട്ടുള്ള ജിയോനില്ലേ അവനാണെങ്കിൽ നമ്മുടെ ഈ സുഞ്ചനെ കണ്ടിട്ട് പറയും എടാ നിനക്ക് ഞാനൊരു വാണിംഗ് തരുവാണ്, നീ പണ്ട് തൊട്ടേ സോളിൻ്റെ പുറവേ നടന്ന് ശല്യം ചെയ്യുന്നവനാ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയൊക്കെ അറിയാലോ, കിസ്സിങ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ ഇവനിങ്ങനെ ഭയങ്കരമായിട്ട് വരട്ടിക്കൊണ്ടിരിക്കും. ഇത് കാണുന്നേ സോളിന് എന്തോ വേണമെന്ന് അറിയത്തില്ലായിരുന്നു. അവൾ വിചാരിക്കും ദൈവമേ ഞാൻ എങ്ങനെ ഇനി സുഞ്ചയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയങ്ങ് ഓടും. സത്യം പറഞ്ഞാൽ നമ്മുടെ സോളാണെങ്കിൽ ഇപ്പോൾ തലയും കുനിച്ചിട്ടാട്ടോ ഓടുന്നത്. അവൾ കറക്റ്റായിട്ട് വന്നിടിക്കുന്നത് അവളുടെ കൂടെയുള്ള ആ സീനിയർ ഇറക്കാനില്ലേ അവനെ തന്നെ ആയിരുന്നു. അവൻ വീണ്ടും വായിക്കകത്ത് മൗത്ത് വാഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ വീണ്ടും മൗത്ത് വാഷ് ഇറക്കുകയും ചെയ്യും. ഉടനെ തന്നെ അവൻ ചോദിക്കും നിനക്ക് എന്താ ഞാൻ മൗത്ത് വാഷ് വായിൽ വയ്ക്കുന്നില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ എന്തിനാ ഞാൻ എപ്പോഴും മൗത്ത് വാഷ് വെച്ച് വാ അഴുവാൻ വരുമ്പോൾ എൻ്റെ വയറ്റിൽ വന്നിട്ടിരിക്കുന്നത്, മിക്കവാറും എൻ്റെ വയറ് ചീത്തയാവാനുള്ള എല്ലാ ലക്ഷണമുണ്ട്, നീ അതിനുള്ള ഉത്തരവാദിയായിരിക്കും, നോക്കിക്കോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ആയിരിക്കും മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും നമ്മളുടെ സോളിനെ വഴക്ക് പറയാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ സോളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയത് തന്നെ നമ്മുടെ സുഞ്ചയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടേ ആ ട്രിപ്പ് തന്നെ വേണ്ടാന്ന് വെക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അവളിങ്ങനെ വെപ്രാളത്തിൽ ഓടുന്ന നമ്മുടെ സുഞ്ചയും കാണും. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും.
ആലോചിക്കും. അതേസമയം തന്നെ ഇവളുടെ സീനിയർ പിടിച്ചു നിർത്തിയിട്ട് ഇവളെ ഒത്തിരി വഴക്ക് പറയും. എന്നിട്ട് ചോദിക്കും, നീ എന്താ പറ്റി ഇവിടുന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുവാണോ എന്ന്. സോളാണെങ്കിൽ അവിടെ പറയും, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിനക്ക് വെറുതെ തോന്നിയാണ്. ഉടനെ തന്നെ ആ ചെറുക്കാൻ പറയാനായിട്ട് വരും, അതെ നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ വല്ല പ്ലാനും ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാകുമ്പോൾ പിന്നെ നിനക്ക് മാർക്കും കിട്ടത്തില്ല. അവസാനം നമ്മുടെ സോളിനാണെങ്കിൽ ആ ട്രിപ്പിൽ നിന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനാവും. അവൾക്ക് ഒരു കാരണവശാലും അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റത്തില്ല. നമ്മുടെ സോൾ അങ്ങനെ അവിടെ ട്രാപ്പായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേസങ്ങിൻ്റെ അച്ഛൻ ഇപ്പോൾ ആ കേസൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമല്ലേ. അവിടെയായിട്ട് പോലീസുകാരൻ വന്നിട്ട് പറയും, ഇപ്പോൾ ആ സോൾ എന്ന് പറയുന്ന പെങ്കൊച്ചാണ് നമുക്കാണെങ്കിൽ ഈ കേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൂഫും തന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്ന തേസങ്ങിൻ്റെ അച്ഛൻ ഉടനെ തന്നെ ആ പോലീസുകാരുടെ അടുത്ത് ചോദിക്കും, ആ പെണ്ണെന്തിനാ പെട്ടെന്ന് നമ്മളെ ഇപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത്? അപ്പോൾ ആ പോലീസുകാരൻ പറയും, അത് ആ പെങ്കൊച്ചിന് ഓർമ്മ പോയായിരുന്നു. അവളാണെങ്കിൽ ഈ കില്ലറിനെ പിടിക്കാനുള്ള മാപ്പൊക്കെ നമുക്ക് വരച്ച് തന്നിട്ടുണ്ട്. അവൾ ഇതേ കണക്ക് ഒരു ദിവസം ഇങ്ങനെ പോകാൻ നേരത്ത് ഇവളെ തട്ടിക്കൊണ്ടുപോയി. അവളങ്ങനെ ഓടി വരാൻ നേരത്ത് അവസാനം ഒരു പോലീസുകാരനാ ഇവളെ വന്ന് രക്ഷിച്ചെന്നൊക്കെയാണ് അവൾ പറഞ്ഞേന്ന്. ഇത് കേൾക്കുന്ന തേസങ്ങിൻ്റെ അച്ഛന് ഓർമ്മ വരും. അതായത് അന്നത്തെ ദിവസം രാത്രി ഈ പോലീസുകാരനാണെങ്കിൽ രക്ഷിച്ചത് വേറെ ആരെയല്ല, നമ്മുടെ സോളിനെ തന്നെ ആയിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളിനെയാണ്. അവളാണെങ്കിൽ ഇപ്പം ഏത് വിധേനയും ഈ ട്രിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. അവിടെയാണെങ്കിൽ അവളുടെ ടീംമേറ്റ്സ് എല്ലാവരോടും ചേർന്നിട്ട് ഓരോരോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സോളാണെങ്കിൽ ആരുടെയും കണ്ണിപ്പെടാണ്ട് അവളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് നോക്കും. അവളുടെ ഇപ്പോഴത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സുഞ്ചയുടെ കണ്ണിൽ പെടാനേ പാടില്ല. അവളങ്ങനെ ബാഗൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുന്നതും കറക്റ്റായിട്ട് അവിടെയായിട്ട് കുറേ പിള്ളേർ കയറി വരും. അവരാണെങ്കിൽ ഇപ്പോൾ അവിടെ എന്തോ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അവരെല്ലാവരോടും അവിടെ ഇരുന്നിട്ട് ഗെയിമും കളിക്കാൻ തുടങ്ങും. ഇവിടുത്തെ റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൽ തോക്കുന്നവരെ അപ്പോഴെപ്പോഴും നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യണം. അങ്ങനെ ഇത് കാണുന്നേ നമ്മുടെ സോളിനൊരു കാര്യം മനസ്സിലാവും, ഇപ്പോഴെങ്ങും ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന്. വേഗം തന്നെ നമ്മുടെ സോൾ എന്തെന്നറിയാവോ, അവളുടെ ബാഗൊക്കെ വെച്ചിട്ട് അവിടെ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. അവൾ കിടന്ന് ഉറങ്ങുവാണ്, അവൾക്ക് സുഖമില്ല എന്നുള്ള രീതിക്ക്. എന്നിട്ട് ഇവർ ഈ ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സോളാണെങ്കിൽ നൈസിന് അങ്ങോട്ടും ഇങ്ങനെ നീങ്ങി പോവും. അവസാനം അവൾ ഡോറിൻ്റെ അടുത്തായിട്ട് എത്തും. ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് കൈ അങ്ങോട്ട് പോക്കുന്നേ കറക്റ്റായിട്ട് അവളാണെങ്കിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ആ സീനിയറില്ലേ, അവനാണെങ്കിൽ ഇവളെ കാണും. എന്നിട്ട് ചോദിക്കും, അല്ല നീ അവിടെ എന്തെടുക്കുക, നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുവാന്ന്, മര്യാദയ്ക്ക് ഇവിടെ വന്നിരുന്ന് ഞങ്ങളുടെ അവിടെ ഗെയിം കളിക്കണം എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സോളിനാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ വിചാരിക്കും, എന്നാലും ഈ ചെറുക്കൻ എന്നെ കണ്ടുപിടിച്ചല്ലോ എന്നും പറഞ്ഞ് അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷിച്ച് അവിടെയായിട്ട് വന്നിരിക്കും. ഉടനെ തന്നെ ഇവൻ പറയും, നമുക്കെങ്കിൽ പിന്നെ അടുത്തൊരു ഗെയിം കളിക്കാം, നമുക്ക് ഈ ഗെയിമിനകത്ത് തോക്കുന്നവർക്ക് ഒരു പണിഷ്മെൻറ്റും കൊടുക്കാം. എന്താന്ന് വെച്ചാൽ ഓപ്പോസിറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ അവരുടെ മുമ്പിൽ അവർ ഡാൻസ് കളിക്കേണ്ടതായിട്ട് വരും. ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. അവൾ വിചാരിക്കും, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ ഗെയിമിൽ തോക്കത്തില്ല, ഞാനിതിൽ ജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഭയങ്കര ആവേശത്തിൽ ഗെയിമൊക്കെ കളിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ ഈ ഗെയിം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ എന്തായിരുന്നാലും ഈ ഗെയിമിൻ്റെ വീഡിയോ എൻ്റെ വാട്സപ്പ് ചാനലിലായിട്ട് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ആർക്കൊക്കെയാണോ കാണാൻ താല്പര്യമുള്ളത്, ആരൊക്കെയാണോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, അവർക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചില വീഡിയോസ് ഒന്നും നല്ല ക്ലിയർ ആയിട്ട് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയുള്ള ഫണ്ണി വീഡിയോസും നല്ല സീനും കാര്യങ്ങളും അതേപോലെ തന്നെ നല്ല എഡിറ്റിങ്സും എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഇവരാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ഗെയിമൊക്കെ കളിക്കുന്നത്. അവസാനം നമ്മുടെ സോള് തന്നെ ആ ഗെയിം അങ്ങ് തോറ്റു. അവൾക്കാണെങ്കിൽ ഇതീപ്പര നാണക്കേടില്ല. അവൾ വിചാരിക്കും, ദൈവമേ ഞാൻ ഇനി ഓപ്പോസിറ്റുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ മുമ്പിലായിട്ട് ഡാൻസ് കളിക്കണമല്ലോ എന്ന്. അങ്ങനെ അവസാനം ഇവളെ പിടിച്ചുകൊണ്ട് വന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിലായിട്ട് പിടിച്ചങ്ങ് നിർത്തും. സോളിനാണെങ്കിൽ ഭയങ്കര നാണക്കേടും ചമ്മലുമായിരുന്നു. അവൾ നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ട് നമ്മുടെ സുഞ്ചയില്ല. ഉടനെ എന്നെ സോള് വിചാരിക്കും, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ഡാൻസ് കളിച്ചിട്ട് ഇവിടെ നിന്ന് വേഗം തന്നെ എസ്കേപ്പ് ആവണം. അവരെന്തായിരുന്നാലും ഇവിടെ ഇല്ലല്ലോ, അപ്പം പിന്നെ ഉറപ്പായിട്ടും എനിക്കാണെങ്കിൽ നല്ലതുപോലെ ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ സോളിനാണെങ്കിൽ ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. അവൾ ഒരുമാതിരി കോപ്രായം കാണിക്കുന്ന കണക്ക് എന്തൊക്കെയോ കിടന്ന് കാണിക്കും. ഇത് കാണുന്നേ അവളുടെ കൂടെ നിൽക്കുന്ന പിള്ളേരെല്ലാം ചിരിക്കാൻ തുടങ്ങും. നമ്മുടെ സോള് കളിക്കുന്ന ഡാൻസ് കണ്ടിട്ട് നമുക്ക് തന്നെ നാണക്കേട് വരും. അതൊരു ഡാൻസ് അവൾ കളിക്കുന്നത്. അവസാനം എന്തുവാ, അവിടെയായിട്ട് നമ്മുടെ സുഞ്ച ഉണ്ടായിരുന്നു. അവനവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇവളുടെ ഈ ഡാൻസിന്റെ സൗണ്ട് കേൾക്കുന്നേ അവൻ പെട്ടെന്ന് തന്നെ തല പൊക്കി നോക്കും. അപ്പം നമ്മളുടെ സോളാണെങ്കിൽ വിയേർഡായിട്ടുള്ള ഒരു സ്റ്റെപ്പും കളിച്ചുകൊണ്ട് നിൽക്കുക. ഇത് കാണുന്നേ സുഞ്ചയ്ക്ക് ചിരി വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളാണെങ്കിൽ സുഞ്ചനെ കാണുന്നേ വേഗം തന്നെ അവിടെ വന്ന് ഇറങ്ങി ഒറ്റൊരു ഓട്ടവും ഓടും. എന്താന്ന് വെച്ചാൽ അവൾക്കിപ്പോൾ നാണക്കേട് സഹിക്കാൻ കൂടി വയ്യായിരുന്നു. ഇത് കാണുന്നേ സുഞ്ചയ്ക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് നമ്മുടെ സോളിന് ഇപ്പോൾ ഇട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന അവളുടെ സീനിയർ ആയിട്ടുള്ള ഒരുത്തനാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിങ്ങി വരുന്നത്
അവളുടെ സീനിയർ അവളുടെ പുറകെയായിട്ട് ഓടി വന്നിട്ട് പറയും, അല്ല നിനക്കൊരു പണിഷ്മെന്റ് തന്നെയല്ലേ, നീ എന്താ അത് കംപ്ലീറ്റ് ആക്കാത്തെ, നിന്റെ ഉത്തരവാദിത്തമാണ് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഡാൻസ് കളിക്കുക എന്നുള്ളത്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളിന് ഭയങ്കര ദേഷ്യം വരും. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, അല്ല നീ ആരാണെന്ന് നിന്റെ വിചാരം, നീ എന്തോതിനാ ഈ പിള്ളേർക്കൊക്കെ ഇങ്ങനെയുള്ള പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നേ, നിനക്കിപ്പോൾ എന്താ വേണം, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഡ്രിങ്ക്സ് കുടിക്കണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സോളാണെങ്കിൽ അവിടെ ഇരുന്ന വലിയൊരു പാത്രത്തിലിരുന്ന ഡ്രിങ്ക്സ് എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് അങ്ങ് കുടിക്കും. എന്നിട്ട് അവളുടെ കയ്യിരുന്ന ആ പാത്രമില്ലേ അതെടുത്ത് ഇവൻ്റെ തലക്കിട്ട് അടിച്ചങ്ങ് പൊട്ടിക്കും. ഇത് കാണുന്ന അവിടെ നിന്ന് പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. കാര്യം വേറെ ഒരു പെൺകൊച്ചുങ്ങളും ഇവരുടെ ഈ സീനിയറിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. സോള് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. അതേസമയം തന്നെ നമ്മുടെ സുഞ്ചേനെ കാണിക്കും. അവനും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അവിടെ ആയിട്ടാണെങ്കിൽ നമ്മുടെ സോള് എങ്ങനെയെങ്കിലും സുഞ്ചയുടെ കണ്ണി കാണാണ്ട് വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അവളെങ്കിൽ ചെറുതായിട്ട് ഡ്രിങ്കും ചെയ്തിട്ടുള്ളതുകൊണ്ട് അവൾക്ക് ചെറിയ തല ഇറക്കമുണ്ട്. അവൾ വേഗം തന്നെ സുഞ്ചേനെ ആ പരിസരത്ത് കാണുന്നേ അവൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് വേറൊരു സ്ഥലത്തായിട്ട് ഓടി അങ്ങ് പോകും. യഥാർത്ഥത്തിൽ അതാണെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. ഇത് നമ്മുടെ സുഞ്ചയും കാണും. അവൻ വിചാരിക്കും, ഇവളെന്നാലും എന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പേടിച്ച് ഓടുന്നത്, ഞാൻ അവളെ അതിനൊന്നും ചെയ്തില്ലല്ലോ എന്ന്. അവൾ എന്തോത്തിന് ഈ പാതിരാത്രിക്ക് ഫോറസ്റ്റ് ഏരിയയിലോട്ട് ഓടിപ്പോന്നേ. അങ്ങനെ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് വരാനായിട്ട് ഒരുങ്ങും. അതേ സമയം തന്നെ നമ്മളുടെ സുഞ്ചിയുടെ ഫ്രണ്ടിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ബാൻഡ് ഫോം ചെയ്തിട്ട് പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമല്ലേ. അവരുടെ കൂട്ടത്തിലെ മെയിൻ പാട്ടുകാരനാണെങ്കിൽ ഇപ്പോൾ ഇവന്മാരത്ത് വന്നിട്ട് പറയും, അതെ എനിക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല, എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ അതിനിപ്പോൾ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഇനി വേറെ ആരെങ്കിലും കണ്ടുപിടിക്കണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചിയുടെ ഫ്രണ്ടിന് ഭയങ്കര സങ്കടമാവും. അവൻ വിചാരിക്കും, എന്ത് കഷ്ടപ്പെട്ടിട്ടാ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ബാൻഡ് തന്നെ ഇവിടം വരെ എത്തിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് പൊഴിഞ്ഞു പൊക്കോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യാനാ. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഒരു കോമ്പറ്റീഷൻ്റെ ഒരു നോട്ടീസ് കാണും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സുഞ്ചിയുടെ ഫ്രണ്ട് വിചാരിക്കും, എനിക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോളിനെ ആയിരുന്നു. അവളാണെങ്കിൽ ഇപ്പോൾ വഴി പോലും അറിയാണ്ട് ആ കാട്ടിക്കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അവളപ്പോൾ വിചാരിക്കും, എന്തായിരുന്നാലും ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് അതിനകത്ത് ലൊക്കേഷൻ ഇടാമെന്ന്. അപ്പോഴാണ് നമ്മുടെ സോളിനൊരു കാര്യം ഓർമ്മ വരുന്നത്. അവളിപ്പോൾ 2009 ഇപ്പോൾ സ്മാർട്ട് ഫോണൊന്നും ഇല്ലല്ലോ. അവളിപ്പോൾ എന്തെടുത്തിട്ട് മാപ്പ് ഇടാനാണ്. അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൾക്ക് ഫീൽ ചെയ്യും അവളുടെ പുറകെ ആരോ അവളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് എന്ന്. സോളിനാണെങ്കിൽ ഇങ്ങനെ ഒരു ഫീലിംഗ് വന്ന സ്ഥിതിക്ക് അവൾ വെറുതെ ഇരിക്കും. അവളാണെങ്കിൽ അവളുടെ കയ്യിൽ ഇരുന്ന സെൽഫ് ഡിഫെൻസിൻ്റെ ഓരോരോ ആയുധങ്ങളൊക്കെ എടുത്ത് കയ്യിലായിട്ടങ്ങ് പിടിക്കും. പെട്ടെന്ന് തന്നെ അവൾക്ക് ഫീൽ ചെയ്യും ആ കാൽപാദങ്ങളാണെങ്കിൽ അവളുടെ അടുത്തായിട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്ന്. പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ ഇരുന്ന ആ ഒരു ഇലക്ട്രിക് ഗണ്ണില്ലേ അതെടുത്ത് വെച്ച് തിരിഞ്ഞ് നിന്നിട്ട് ആരാണെന്ന് പോലും നോക്കാണ്ട് അവൻ്റെ വയറ്റിനിട്ട് ഒറ്റൊരു കുത്തങ്ങ് വെച്ച് കൊടുക്കും. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ സുഞ്ചയ തന്നെ ആയിരുന്നു. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ബോധം കേട്ട് താഴേക്ക് വന്നങ്ങ് വീഴും. ഇത് കാണുന്നേ സോള് ഭയങ്കരമായിട്ടും പേടിച്ചു പോകും. അവളവിടെ കിടന്ന് ബഹളം വയ്ക്കും, സുഞ്ചയെ നിനക്ക് എന്തോ പറ്റി, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, നിനക്ക് ബോധം വരാത്ത എന്താണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് അലറി വിളിക്കാൻ തുടങ്ങും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൾ വിചാരിക്കും, എന്തായിരുന്നാലും സിഗ്നൽ വല്ലതും കിട്ടുന്നോന്ന് നോക്കാം, എങ്കിൽ പിന്നെ ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ സിഗ്നൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ എഴുന്നേറ്റിട്ട് പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഇപ്പോൾ ഈ പാതിരാത്രിക്ക് എവിടെ പോവുക എന്ന്. സോള് പറയും, അതൊക്കെ ഞാൻ പറയാം, ഞാൻ ഈ സിഗ്നലൊന്നും നോക്കട്ടെന്നും പറഞ്ഞിട്ട് അവളവിടെ ഫോൺ വെച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്നേ. അവിടെയായിട്ട് ഏതോ വൈൽഡ് ആനിമൽസിനെ പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ട്രാപ്പ് എന്തോ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോളാണെങ്കിൽ ആക്സിഡൻ്റലി അതിനകത്തെടുത്ത് കാലങ്ങ് വയ്ക്കും. കാല് വയ്ക്കുന്നേ നമ്മുടെ സോളാണെങ്കിൽ തല കുത്തനെ ആ മരത്തിനകത്തായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. പെട്ടെന്ന് തന്നെ സോൾ അവിടെ കിടന്ന് നിലവിളിക്കും. ഉടനെ എന്നെ സുഞ്ചി പറയും, ഇതാരോ ആക്കി വെച്ച ട്രാപ്പാണെന്നാ തോന്നുന്നത്, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ വേഗം തന്നെ ഇതിൽ നിന്ന് പുറത്തിറക്കാം എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ സോളിനെ അങ്ങ് കയ്യിലെടുത്തിട്ട് അവളുടെ കാലിലുള്ള ആ കെട്ടില്ലേ അതങ്ങ് അഴിച്ചു മാറ്റും. സോളാണെങ്കിൽ അങ്ങനെ നമ്മുടെ സുഞ്ചയുടെ കയ്യിലായിട്ട് അങ്ങ് വന്ന് വീഴും. അവളിങ്ങനെ അവനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളും സുഞ്ചയും കൂടി അവിടെയായിട്ട് ഇങ്ങനെ നടന്നു വരുന്നതാണ്. അവിടെ ഇങ്ങനെ നടന്നു വരുന്നേ നമ്മുടെ സോളിൻ്റെ ചേട്ടൻ അവിടെ നിൽക്കുമായിരുന്നു. അവൻ വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടെണ്ണം ഇത് എവിടെ പോയിട്ട് വരുവാ, ഈ പാതിരാത്രി നിങ്ങൾ രണ്ടെണ്ണം കിസ് ചെയ്യാൻ പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. കൂട്ടത്തിൽ തന്നെ അവൻ ശ്രദ്ധിച്ചിട്ട് പറയും, സുഞ്ചേ നിന്റെ മുഖം ഇപ്പോൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കുവാന്നല്ലോ, അതിൻ്റെ അർത്ഥം നീ വീണ്ടും എൻ്റെ അനിയത്തിനെ പ്രപ്പോസ് ചെയ്തു, അവൾ വീണ്ടും നിന്നെ റിജക്റ്റ് ചെയ്ത് കാണുമല്ലേ, ഞാൻ നിനക്ക് പറഞ്ഞു തരാറുള്ള ടിപ്പ് എന്നും പറഞ്ഞിട്ട് നമ്മളുടെ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ അവൻ ഓരോരോ ടിപ്പ് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരുങ്ങും. ഉടനെ തന്നെ സുഞ്ചേ പറയും, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, ഞാൻ ഓക്കെയാണ് എന്നിങ്ങനെ സുഞ്ചേ പറയും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ ചോദിക്കും, എടാ എനിക്ക് നിൻ്റെ ഫോൺ ഒന്ന് തരുമോ, എനിക്കാണെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കാനാണ്, ഞാൻ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് അവളുടെ കോൾ അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല, ചിലപ്പോൾ എൻ്റെ ഫോണിനകത്ത് ചിലപ്പോൾ നെറ്റ്വർക്ക് കിട്ടാത്തതായിരിക്കും എന്നും പറഞ്ഞിട്ട് സുഞ്ചയുടെ ഫോൺ എടുത്തിട്ട് ഈ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ അവളുടെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കും. സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ അവനെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് വേറൊരു ചെറുക്കനെ കിട്ടിയപ്പോഴത്തേക്കാം അവളിപ്പോൾ ഇവൻ്റെ അടുത്ത് പറയും, സോറി എനിക്ക് ഈ റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല, നമുക്ക് ബ്രേക്കപ്പ്
ബ്രേക്കപ്പ് ആവായെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളിന്റെ ചേട്ടനാണെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് തകർന്നു. അവനാണെങ്കിൽ ചോദിക്കും, നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ വിചാരിച്ചത് നിന്റെ ഫോണിനകത്ത് റേഞ്ച് ഇല്ല എന്നാ. അപ്പൊ ആ പെണ്ണ് പറയും, ഞാൻ നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, എന്തിനാ എന്നെ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചേന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സുഞ്ചയ്ക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് സോളിന്റെ ചേട്ടൻ ഇപ്പോൾ ബ്രേക്കപ്പിൽ കൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അവനിപ്പോൾ തകർന്ന അവസ്ഥയിലായെന്ന്. സോളിന്റെ ചേട്ടനാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങും. നമ്മുടെ സുഞ്ചയാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കാനും ഒന്ന് ട്രൈ ചെയ്യും, എന്നാൽ ഒന്നും വർക്കൗട്ട് ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്തായിട്ട് ഒറ്റയ്ക്ക് മാറിയിരുന്ന് ഇങ്ങനെ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവളുടെ മനസ്സിൽ ഇപ്പോൾ മൊത്തം നമ്മുടെ സുഞ്ചനെ പറ്റിയിട്ടുള്ള ചിന്തയാണ്. അവൾ വിചാരിക്കും, എന്നാലും സുഞ്ചനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനിപ്പോൾ അവനെ അവോയ്ഡ് ചെയ്യുന്നത്. എനിക്കെങ്കിൽ അവനെ അവോയ്ഡ് ചെയ്യാനും പറ്റുന്നില്ല. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഞാൻ എങ്ങനെ അവൻ്റെ അടുത്ത് തുറന്നു പറയും? എനിക്ക് തുറന്നു പറയാനും പറ്റാത്തൊരവസ്ഥയിലാണല്ലോ ഞാൻ. അങ്ങനെയൊക്കെ അവൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിരുന്ന് ചിന്തിക്കും. അതേസമയം തന്നെ അവളുടെ അടുത്തായിട്ടും കുറേ പെൺപിള്ളേരുന്ന് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ സോളിൻ്റെ ചേട്ടനെ അവിടെ ഭയങ്കരമായിട്ട് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവനവിടെ കിടന്ന് ഭയങ്കരമായിട്ട് വിഷമിക്കും. അവസാനം ഇവരാണെങ്കിൽ പുറത്തോട്ടിറങ്ങി പോകാനായിട്ടിരുന്നു. നമ്മുടെ സുഞ്ചിയാണെങ്കിൽ ഈ സോളിൻ്റെ ചേട്ടനെ തടയാൻ വേണ്ടിയിട്ട് നോക്കും. ഇനി അവനെങ്ങാനും പോയി വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത പണി ഒപ്പിച്ചു വെച്ചാലോ എന്നും ആലോചിച്ചിട്ട്. എന്നാൽ നമ്മുടെ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ അവൻ പറയുന്ന ഒന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ വേഗം തന്നെ ആ ഫോറസ്റ്റ് ഏരിയ ഇല്ലേ അവിടെയായിട്ട് ഓടി അങ്ങ് പോകും. ഇത് കാണുന്നത് നമ്മുടെ യൂനും ഭയങ്കരമായിട്ട് ടെൻഷനാവും. അവളും അങ്ങനെ നമ്മളുടെ ഈ സോളിൻ്റെ ചേട്ടൻ്റെ പുറകെ ആയിട്ട് ആ കാട്ടിലോട്ട് പോകാനായിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളിൻ്റെ ആ സീനിയറില്ലേ, അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സോളിൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കിടിലമായിട്ട് ഒരുങ്ങിയൊക്കെ വരുന്നതാണ്. അവനങ്ങനെ അവിടെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ആ പെങ്കൊച്ച് ഇത് എക്സ്പെക്ട് ചെയ്തായിരിക്കുന്നത്. അവളങ്ങനെ അവളുടെ മുടിയൊക്കെ നേരെയാക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഇവൻ എപ്പോഴും എന്നെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നേ എന്ന് ആലോചിച്ചിട്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സീനിയർ ഇറക്കാനുണ്ടല്ലോ, അവനങ്ങ് ഭയങ്കരമായിട്ട് വയറുവിനെ എടുക്കാൻ തുടങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ 2 തവണ ഓൾറെഡി മൗത്ത് വാഷ് കുടിച്ചിട്ടിരിക്കുമല്ലേ. അവൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ വാഷ്റൂമിലായിട്ട് ചെന്ന് കയറുമ്പോൾ എന്തോ ആ വാഷ്റൂമിനാണെങ്കിൽ കൊളുത്തില്ല. പെട്ടെന്ന് തന്നെ അവൻ അവിടെ വന്നിട്ട് നല്ലതുപോലെ അലറി വിളിക്കും, ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വരുമോ, ഈ വാതിലൊന്ന് കുറച്ച് നേരം അടച്ചു പിടിക്കുമോ എന്ന്. പെട്ടെന്ന് തന്നെ അവിടെ വരുന്ന നമ്മുടെ സുഞ്ചിയാണ്. അവൻ വിചാരിക്കും എങ്കിൽ പിന്നെ സഹായിച്ചേക്കാന്ന് വെച്ചിട്ട് അവൻ ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ സുഞ്ചിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് ഇതേ സീനിയർ കാരണമല്ലേ നമ്മുടെ സോളാണെങ്കിൽ ഇത്രയും നാണം കിഴേണ്ടി വന്നേ. അതുകൊണ്ട് തന്നെ സുഞ്ചിയാണെങ്കിൽ അവൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ആ ഡോർ ഓപ്പൺ ആക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. നമ്മുടെ ഈ സീനിയർ ഭയങ്കരമായിട്ട് നാണം കേട്ടായിരുന്നു. അവനാണെങ്കിൽ പ്രപ്പോസ് ചെയ്യാനിരുന്ന ആ പെങ്കൊച്ചില്ലേ, അവളാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സുമായിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്ന് അവനെ അവിടെ എല്ലാം ഇങ്ങനെ പരതി നോക്കുന്നേ. നേരിട്ട് കാണുന്നത് അവനാണെങ്കിൽ ആ വാഷ്റൂമിലായിട്ട് ഇരിക്കുന്നതാണ്. ഇത് കാണുന്ന ആ സീനിയറാണെങ്കിൽ ഭയങ്കര നാണക്കേടായി പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ സോളിനെയാണ്. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് കുടിച്ചിരിക്കുമല്ലേ. അവളങ്ങനെ വീണ്ടും ആ കാട്ടിലായിട്ട് ഇറങ്ങി അങ്ങ് നടക്കും. അവൾ അവസാനം അവിടുത്തെ ഒരു ട്രീ ഹൗസ് പോലത്തെ ഒരു സംഭവത്തിൻ്റെ അടുത്തായിട്ട് വന്നിട്ട് അവിടെ കയറി അങ്ങ് കിടക്കും. സത്യം പറഞ്ഞാൽ ഇവളിങ്ങനെ നടന്നു പോകുന്ന നമ്മുടെ സുഞ്ചയും കണ്ടായിരുന്നു. അവനും ഇവളെ ഫോളോ ചെയ്ത് ഇവളുടെ പുറകെ ആയിട്ട് വരും. അവനിപ്പോൾ വിചാരിക്കും, ഞാൻ അവളുടെ അടുത്ത് പോയി സംസാരിക്കണോ, അവൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ, അവൾ എന്നെ കണ്ട് അവോയ്ഡ് ചെയ്യാൻ നോക്കുമല്ലേ, ഞാനിപ്പോൾ അവളുടെ അടുത്ത് എന്ത് സംസാരിക്കുമെന്ന് പറഞ്ഞ് സുഞ്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതേസമയം തന്നെ നമ്മുടെ യൂനിനെ കാണിക്കും. അവളും ഇപ്പോൾ നമ്മളുടെ സോളിൻ്റെ ചേട്ടനെ ഫോളോ ചെയ്ത് വന്നേക്കുമല്ലേ. അവനാണെങ്കിൽ അതിലിങ്ങനെ നടന്നു വരുന്നതും കറക്റ്റായിട്ട് നമ്മുടെ സോള് ഏത് ട്രാപ്പിലാണോ കുടുങ്ങിയത് അതേപോലെ തന്നെ ഒരു ട്രാപ്പിലായിട്ട് കുടുങ്ങി അവിടെയായിട്ട് ഇങ്ങനെ തല കുത്തി കിടക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻ നോക്കുമ്പോൾ എന്തുവാ, സോളിൻ്റെ ചേട്ടനാണെങ്കിൽ അവിടെ പറയുന്നത് തന്നെ എനിക്ക് ബ്രേക്കപ്പായി, എന്നെ ആർക്കും വേണ്ട എന്ന. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂന് ഭയങ്കര സന്തോഷമാവും. അവൾ അങ്ങനെ വേഗം തന്നെ നമ്മളുടെ ഈ സോളിൻ്റെ ചേട്ടൻ്റെ അടുത്തായിട്ട് വന്നിട്ട് അവൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊന്നും സംസാരിക്കത്തില്ല. അവൻ അവിടെ നല്ലതുപോലെ നിലവിളിക്കുമായിരുന്നു. ഉടനെ തന്നെ യൂനാണെങ്കിൽ മറ്റേ സ്പൈഡർമാനതൊക്കെ നായകനെ കിസ് ചെയ്യത്തില്ലേ, അതേപോലെ വന്നിട്ട് അവൻ്റെ മുഖത്തായിട്ടൊരു തുണി എടുത്തിട്ടിട്ട് അവനെ കയറി അങ്ങ് കിസ് ചെയ്യും. നമ്മളുടെ സോളിൻ്റെ ചേട്ടനൊന്നും മനസ്സിലാവത്തില്ല. അവൻ ഭയങ്കര ഷോക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം തന്നെ നമ്മുടെ സോളിനെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഫിറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവളിങ്ങനെ തല കറങ്ങി വീഴാൻ പോകുന്നത് പോലെ ഇങ്ങനെ മറിഞ്ഞ് വീഴാൻ വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ അവളുടെ അടുത്തായിട്ട് വന്നിട്ട് അവളെ കയറി അങ്ങ് പിടിക്കും. എന്നിട്ട് അവനാണെങ്കിൽ അവളെ ഹോൾഡ് ചെയ്ത് വെക്കും. ഇത് കാണുന്നേ നമ്മുടെ സോളിന് ഭയങ്കര സങ്കടമാവും. അവളാണെങ്കിൽ ചോദിക്കും, എന്തിനാ എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നീ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓടി വരുന്നേ എന്ന്. നിനക്ക് നന്നായിട്ടറിയാം ഞാൻ നിന്നെ നല്ലതുപോലെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്ന്. എന്നിട്ട് നീ അത് മനസ്സിലാക്കാതെ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്? നീ കുറച്ച് സെൽഫിഷ് ആവണം. നീ എൻ്റെ കാര്യം മാത്രം നോക്കാണ്ട് നീ നിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. നിനക്ക് അങ്ങനെ ചെയ്തുകൂടെ? നിനക്കെങ്കിലല്ലേ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സോളാണെങ്കിൽ സുഞ്ചയുടെ നെഞ്ചത്തായിട്ട് നല്ലതുപോലെ അടിച്ചിട്ട് അവൻ്റെ ഷോൾഡറിലായിട്ട് കിടന്ന് കരഞ്ഞ് സംസാരിക്കാൻ തുടങ്ങും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ സുഞ്ചിയാണെങ്കിൽ പറയും, ഓക്കെ നിനക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് നിനക്കതെല്ലാം എൻ്റെ അടുത്ത് പറയാം, ഞാനതെല്ലാം കേട്ടോളാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സുഞ്ചി
സുഞ്ചിയാണെങ്കിൽ തിരിച്ച് അവൻ്റെ ആ ടെൻ്റുള്ള സ്ഥലമില്ലേ അവിടെയായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് അവൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട്. അവൻ വന്നിട്ട് സുഞ്ചി അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. എടാ ഞാനിപ്പോൾ വന്നതേ ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നുണ്ട്. ആ കോമ്പറ്റീഷനിൽ ഞാൻ നിൻ്റെ ഈ പാട്ട് യൂസ് ചെയ്തോട്ടെ, അതായത് സഡൻ ഷവർ എന്ന് പറയുന്നത്. ഉടനെ എന്നെ സുഞ്ചയ പറയാം, ഇത്രയും നാൾ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നിട്ട് ഇപ്പം നിനക്ക് എൻ്റെ പാട്ട് വേണം അല്ലേ? അപ്പോൾ നമ്മളുടെ സുഞ്ചയുടെ ഫ്രണ്ട് പറയും, എടാ അത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വേണോന്ന് വെച്ചിട്ട് ചെയ്തതല്ല, നിനക്കത് തരാൻ പറ്റുമോ ഇല്ലേ? ഉടനെ തന്നെ നമ്മുടെ സുഞ്ചയ ചോദിക്കും, നീ ഈ പാട്ടിനെ പറ്റി വേറെ ആരത്തേലും പറഞ്ഞായിരുന്നോ? അപ്പോൾ അവൻ്റെ ഫ്രണ്ട് പറയും, ഞാൻ ആരത്തും പറഞ്ഞിട്ടില്ല, നീ എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ ആരത്തും പറയരുത് എന്ന്, അതുകൊണ്ട് ഞാനത് സീക്രട്ടാക്കി തന്നെ വെച്ചേക്കുന്നേ. ഇത് കേൾക്കുന്നേ സുഞ്ചയായിരുന്നു ആലോചിക്കും, അവനിപ്പോൾ എന്തിനെ പറ്റി ആലോചിക്കുന്നതെന്ന് ഇനി പോകെ പോകെ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ തേസിങ്ങിൻ്റെ അച്ഛനെ അതേപോലെ തന്നെ ഒരു പോലീസുകാരനെയാണ്. അവർ രണ്ടുപേരും ആണെങ്കിൽ നമ്മുടെ സോള് അവർക്കൊരു മാപ്പ് പോലെ വരച്ചു കൊടുത്തില്ലായിരുന്നോ, അതിൻ്റെ ആ ഒരു ഗൈഡൻസ് വെച്ചിട്ട് നമ്മുടെ ആ കില്ലറിൻ്റെ സ്ഥലത്തായിട്ട് എത്തിച്ചേരുന്നതാണ്. അവിടെയാണെങ്കിൽ ആ വീടൊക്കെ കാണുന്നേ നമ്മുടെ ഈ പോലീസുകാരനും തേസിങ്ങിൻ്റെ അച്ഛനൊക്കെ ഭയങ്കര സന്തോഷം. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് തീ പിടിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കില്ലറിനിപ്പോൾ എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ഈ തെളിവൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ അവൻ്റെ ആ വീടങ്ങ് കത്തിച്ചിട്ട് അവൻ മാറി നിന്ന് ഇതെല്ലാം നോക്കി കാണുന്നത്. ഇത് കാണുന്ന നമ്മുടെ തേസിങ്ങിൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ സോളാണെങ്കിൽ തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അവൾക്കൊരു കോള് വരുന്നതാണ്. ആരാന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. അവരാണെങ്കിൽ നമ്മുടെ സോളിനെ വിളിച്ചിട്ട് പറയും, ഇന്നലെ നീ തന്നെ ആ ഒരു അഡ്രസ്സിൽ ഞങ്ങളെ എത്തിച്ചേർന്നായിരുന്നു, എന്നാൽ അവിടെ എത്തിയതും അവിടുത്തെ എല്ലാം തീ കത്തി നശിച്ചുപോയി. അതിൻ്റെ അർത്ഥം ആ കില്ലറിന് ആരോ ഒരാൾ ഇരുന്നിട്ട് എല്ലാ ഇൻഫർമേഷൻസും ചോർത്തി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. നീയാണ് ഞങ്ങൾക്ക് ഈ മാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതെന്ന് കാണാം. ആ കില്ലർ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നോക്കും. നീ അതുകൊണ്ട് കുറച്ച് സേഫ് ആയിട്ടിരിക്കണം. ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോവും. അവൾ വേഗം തന്നെ നോക്കുന്നത് നമ്മുടെ സുഞ്ചയുടെ വീട്ടിലോട്ടാണ്. അവളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഇവളെ കാരണം സുഞ്ചയ്ക്കൊന്നും പറ്റരുത് എന്നാണല്ലോ. ഇവളെ എന്ത് ചിന്തിച്ചിട്ടാ എന്നറിയത്തില്ല. വേഗം തന്നെ നമ്മുടെ സോളാണെങ്കിൽ നല്ലതുപോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ബാഗും എടുത്ത് വേഗം തന്നെ പുറത്തോട്ട് അങ്ങ് ഇറങ്ങും. അവിടെയായിട്ട് നമ്മുടെ സുഞ്ചയെ വന്ന് നിൽക്കും. അവനാണെങ്കിൽ സോളിനെ പിടിച്ചെടുത്തിട്ട് വയ്ക്കും. സോൾ അവിടെ ഒന്ന് നിന്നേ, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണം. നിനക്ക് എങ്ങനെ അറിയാം ഞാൻ എഴുതിയ പാട്ട്? ഇത് കേൾക്കുന്നേ സോളിനൊന്നും മനസ്സിലാവത്തില്ല. അവൾ ചോദിക്കും, നീ ഏത് പാട്ടിനെ പറ്റിയാണ് പറയുന്നത്? ഉടനെ എന്നെ സുഞ്ചയ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയും, ഞാനാണെങ്കിൽ റീസെൻ്റ് ആയിട്ടൊരു പാട്ട് എഴുതിയായിരുന്നു. ആ പാട്ടിനെ പറ്റി എനിക്കും എൻ്റെ ഫ്രണ്ടിനും മാത്രമേ അറിയത്തുള്ളൂ. ഇന്നലെ രാത്രി നീ കുടിച്ചിട്ട് ആ പാട്ടിരുന്ന് പാടുന്നത് ഞാൻ കേട്ടു. നിനക്ക് എങ്ങനെ ആ പാട്ട് അറിയാമെന്ന് സത്യം പറ. നീ പറഞ്ഞതുപോലെ നീ യഥാർത്ഥത്തിൽ ടൈം ട്രാവൽ ചെയ്ത് വന്നോളൂ വല്ലോ ആണോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ സോളാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കും. അതേസമയം തന്നെ നമുക്കാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയാണെങ്കിൽ നമ്മുടെ സോൾ നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നില്ലേ. അങ്ങനെ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ അവളെ അവൻ്റെ ഷോൾഡറിലായിട്ട് എടുത്തിരുത്തിയിട്ട് അവളെയും കൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് ഒരുങ്ങും. അവിടെയായിട്ട് നമ്മുടെ സോളാണെങ്കിൽ സുഞ്ചയുടെ ആ ഷോൾഡറിൽ കിടന്നിട്ട് ഇവൻ എഴുതിയ ആ സഡൻ ഷവർ എന്ന് പറഞ്ഞ പാട്ടില്ലേ അത് തന്നെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചി ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അവന് മനസ്സിലാവത്തില്ല ഇവക്ക് എങ്ങനെ ഈ പാട്ട് അറിയാവുന്നതെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സോള് വേറൊരു ഡയലോഗ് അടിക്കും, എല്ലാം നല്ലതുപോലെ ചെയ്തു തീർത്തിട്ട് വേണം എനിക്ക് എൻ്റെ സ്ഥലത്തോട്ട് തിരിച്ചു പോകാനെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ അവളെ ഒരു സ്ഥലത്തായിട്ട് കൊണ്ടുവന്ന് എഴുതിയിട്ട് വയ്ക്കും, നീ ഏത് സ്ഥലത്ത് പോകുന്നതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ സോള് പറയും, അത് എനിക്കാണെങ്കിൽ എൻ്റെ ടൈം ലൈനിലോട്ട് പോയല്ലേ പറ്റത്തുള്ളൂ. ഇവളിങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് കൂവെന്ന് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചയ്ക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അവൾ അവിടെ നല്ല ക്ലിയർ ആയിട്ട് പറയും, ഞാൻ ടൈം ട്രാവൽ ചെയ്ത് വന്നതാ എന്ന്. സുഞ്ചയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. പിന്നീട് കാണിക്കുന്ന പ്രസന്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സുഞ്ചി സോളിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കും, സത്യം പറ നീ ആരാ? നീ ഇപ്പം എവിടോട്ടാ പോവാൻ നിൽക്കുന്നേ? നീ നിന്റെ ടൈം ലൈനിലോട്ടൊന്നും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോവുമല്ലോ എന്നിങ്ങനെ അവൻ ഓപ്പൺ ആയിട്ട് ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കും. അവൾക്കിപ്പോൾ എന്ത് പറയണമെന്ന് കൂടി അറിയത്തില്ലായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഒരു സീൻ കൂടി കാണിക്കും. അതായത് സുഞ്ചയാണെങ്കിൽ ഇവളെ ഇങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ പുറകിലായിട്ട് എടുക്കാനായിട്ട് വരുന്നതാണ്. കറക്റ്റായിട്ട് നമ്മുടെ സോളാണെങ്കിൽ ഇങ്ങനെ വീഴാൻ പോകുന്നേ സുഞ്ച തിരിഞ്ഞു നോക്കുന്നേ. സോൾ അവനെ ആക്സിഡൻ്റലി കിസ് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇത് കാരണം നമ്മുടെ സുഞ്ച ഭയങ്കരമായിട്ട് ബ്ലഷും ചെയ്യും. യഥാർത്ഥത്തിൽ ആ കോളേജിലുള്ള ആൾക്കാർ എന്തോ പറഞ്ഞത്, ഈ സ്ഥലത്ത് വന്നിട്ട് രണ്ടുപേര് കിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ ഫ്യൂച്ചറിൽ ഒന്നിച്ചായിരിക്കും ഉണ്ടാവുക എന്നല്ലേ. എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ സോളിനെയും അതേപോലെ തന്നെ സുഞ്ചിനെയും കാണിച്ചുകൊണ്ടാണ് രണ്ടുപേരോട് ഇപ്പോൾ ഒന്ന് സംസാരിക്കുമായിരുന്നു. അവിടെയാണെങ്കിൽ നമ്മുടെ സുഞ്ചിക്ക് നല്ല ഡൗട്ടുണ്ട്. അതായത് സോൾ എങ്ങനെയാണ് അവൻ്റെ പാട്ട് മനസ്സിലാക്കിയത് എന്ന്. അവനെങ്ങനെ അതിനെപ്പറ്റി അവളുടെ അടുത്ത് ചോദിക്കും. അതായത് നമ്മുടെ സോളാണെങ്കിൽ ഇനി ടൈം ട്രാവൽ ചെയ്ത് വല്ലതും വന്നതാണോ എന്ന്. ഇത് കേൾക്കുന്നേ സോളും ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരോടി ഒരിടത്ത് മാറി ഇന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ സോളാണെങ്കിൽ അവിടെ നടന്ന
കാര്യങ്ങളൊക്കെ പറയും. അതായത് നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ ടൈം ട്രാവൽ ചെയ്താണ് ഇവിടെ എത്തിയത്, പോരാത്തതിന് ഞാൻ ടൈം ട്രാവൽ ചെയ്ത മെഷീൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല നിൻ്റെ വാച്ച് തന്നെയാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ജയ് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അവനാണെങ്കിൽ ചോദിക്കും, എന്ത് നീ ടൈം ട്രാവൽ ചെയ്ത് വന്നത് എൻ്റെ ഈ വാച്ച് യൂസ് ചെയ്തിട്ടാണെന്നോ? നിനക്ക് ഈ വാച്ച് എവിടുന്നാണ് കിട്ടിയത്? നീ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് പറയും, ഞാനിത് 3000 രൂപയ്ക്ക് ഫ്യൂച്ചറിൽ വെച്ച് വാങ്ങിച്ചതാണ്, അത് വെച്ചിട്ടാണ് ഞാൻ ടൈം ട്രാവൽ ചെയ്ത് വന്നത്. ഇത് കേൾക്കുന്നേ സുഞ്ജയ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കും. കൂട്ടത്തിൽ തന്നെ അവൻ ചോദിക്കും, എന്നിട്ട് എനിക്ക് എന്താ ഫ്യൂച്ചറിൽ സംഭവിച്ചത്? ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? ഇത് കേൾക്കുന്നേ നമ്മുടെ സോളിന് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അവളാണെങ്കിൽ എന്നാലും ഒരു ട്രൈ നോക്കാമെന്ന് വെച്ചിട്ട് അവൻ്റെ അടുത്ത് പറയും, നീ ഫ്യൂച്ചറിൽ വലിയൊരു K-pop ഐഡലായി എന്ന്. നമ്മുടെ സോളാണെങ്കിൽ ഇതങ്ങോട്ട് പറയാൻ വരുന്നതും സുഞ്ജയ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രീസായിട്ട് നിൽക്കും, അതായത് മുമ്പ് സംഭവിച്ചതുപോലെ. അപ്പോൾ നമ്മുടെ സോളിനൊരു കാര്യം മനസ്സിലാവും, അവളിനി എന്തൊക്കെ പറഞ്ഞാലും ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യം പോലും അവൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. സത്യത്തിൽ നമ്മുടെ സുഞ്ജയ് ഇതെല്ലാം കേട്ട് നിന്നിട്ടേ അവളുടെ അടുത്ത് നല്ല കാര്യമായിട്ടൊക്കെ സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ അവൻ പറയും, എനിക്ക് മനസ്സിലായി നീ ഇപ്പോൾ എന്തിനാ ഇങ്ങനെയുള്ളൊരു കെട്ടുകഥയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നേ എന്ന്. ഇതൊരു ഫാൻറ്റസി സ്റ്റോറി അല്ലേ, എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്കും വലിയ ഫാൻറ്റസി കഥയൊന്നും ഇറക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇനി എന്തായിരുന്നാലും ഞാൻ നിന്നെ ശല്യം ചെയ്യാനൊന്നും വരത്തില്ല, ഞാൻ US പോവുകയാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ സുഞ്ജയ് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സുഞ്ജയനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. അതായത് ഏതെങ്കിലും ഒരു പെങ്കൊച്ചാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് അവൾ ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ് എന്നൊക്കെയുള്ള എന്തെങ്കിലും സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുമായിരിക്കും? ഈ വാച്ച് വെച്ചിട്ടാണ് അവൾ ടൈം ട്രാവൽ ചെയ്ത് വന്നതെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാലോ? ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ജയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവിടെ പറയും, അത് പിന്നെ ഉറപ്പല്ലേ, അവൾക്ക് ഉറപ്പായിട്ടും നിന്നെ അവോയ്ഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് അവൾ ഇങ്ങനെയുള്ള കെട്ടുകഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോറിയൊക്കെ ആര് വിശ്വസിക്കാനാ? ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ജയുടെ ആണെങ്കിൽ ആ ഒരു ഡൗട്ട് ഉണ്ടല്ലോ അതങ്ങ് കംപ്ലീറ്റ് ആവും. അവനാണെങ്കിൽ അതങ്ങ് നല്ലതുപോലെ വിശ്വസിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോളിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ സുഞ്ജയ് പറഞ്ഞ കാര്യമായിരുന്നു. അതായത് അവനാണെങ്കിൽ US പോകുമെന്ന് പറഞ്ഞത്. ഇതാണെങ്കിൽ ആലോചിക്കുന്നത് നമ്മുടെ സോളിന് നല്ല സങ്കടമുണ്ട്, കൂട്ടത്തിൽ തന്നെ നമുക്ക് നല്ല സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഞ്ജയ് US പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവനും ആ കില്ലറും തമ്മിൽ മീറ്റ് ചെയ്യേണ്ട ഒരാവശ്യവും വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായിരുന്നാലും അവൻ US പോകുന്നത് നല്ല കാര്യം തന്നെയാണെന്ന് നമ്മളുടെ സോളാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സുഞ്ജയുടെ ഫ്രണ്ടിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ഓഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുമായിരുന്നില്ലേ, ആ ഓഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സുഞ്ജയുടെ ഫ്രണ്ടാണെങ്കിൽ വിചാരിക്കും എന്തൊക്കെയായിരുന്നാലും അവർക്കാണെങ്കിൽ ഒരു ബാൻഡ് പെർഫോമൻസ് അയച്ചു കൊടുക്കണം എന്ന്. അവൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സുഞ്ജയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനങ്ങനെ അത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. ഇത് കാണുന്നേ അവൻ്റെ ടീംമേറ്റ്സ് ചോദിക്കും, അല്ല നീ ഇപ്പോൾ അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സുഞ്ജയ് നമ്മുടെ കൂടെ പാടാൻ വേണ്ടിയിട്ട് വരുമോ? ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ജയുടെ ഫ്രണ്ട് പറയും, നീ എന്തോ എൻ്റെ ഫ്രണ്ടിനെ പറ്റി വിചാരിച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ നമ്മളുടെ കൂടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും, അതുകൊണ്ട് നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സുഞ്ജയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളാണെങ്കിൽ സുഞ്ജയുടെ അച്ഛനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവൾക്കാണെങ്കിൽ എന്തോ ഒന്ന് അയാളുടെ അടുത്ത് പറയാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സുഞ്ജയുടെ ഫ്രണ്ട് സുഞ്ജയുടെ വീട്ടിലായിട്ട് വരും. അവിടെ വരുമ്പോൾ എന്തോ നമ്മുടെ സുഞ്ജയുടെ അച്ഛനാണെങ്കിൽ കാര്യമായിട്ട് കുറേ ഡിഷസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അവൻ ചോദിക്കും, അല്ല അങ്കിളെ ഇന്ന് എന്തോ പ്രത്യേകത? അപ്പോൾ അയാൾ പറയും, അതോ എൻ്റെ സുഞ്ജയാണെങ്കിൽ US പോകാൻ വേണ്ടിയിട്ട് ഓക്കെ പറഞ്ഞു. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ജ എവിടെ വരുന്നേ അവൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അവൻ ചോദിക്കും, അല്ല അച്ഛൻ്റെ അടുത്ത് ആരാ പറഞ്ഞത് ഞാൻ ഓക്കെ പറഞ്ഞു എന്ന്? ഞാനതിന് ഇതുവരെ അച്ഛൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ലല്ലോ. ഉടനെ തന്നെ നമ്മളുടെ സുഞ്ജയുടെ അച്ഛൻ പറയും, അത് ഓപ്പോസിറ്റ് വീട്ടിലുള്ള ആ സോളില്ലേ അവളാ വന്നിട്ട് പറഞ്ഞത്. അവളാണെങ്കിൽ നീ US പോകുന്ന കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ അങ്ങനെ അവളുടെ അടുത്ത് ഓക്കെ പറഞ്ഞായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ സുഞ്ജ ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടപ്പെടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിപ്പോൾ ഇങ്ങനെ വന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്തുവാ? നമ്മുടെ സുഞ്ജയാണെങ്കിൽ സോളിൻ്റെ അടുത്ത് ഇരിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല, അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് പോവണം എന്നല്ലേ. അവനിങ്ങനെ ഇത് ആലോചിച്ച് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കും. അതേസമയം തന്നെ നമ്മുടെ സുഞ്ജയുടെ ഫ്രണ്ടാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. അവനാണെങ്കിൽ ഇവിടെ വന്നത് തന്നെ സുഞ്ജനെ എങ്ങനെയെങ്കിലും അവൻ്റെ ടീമിലായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കണം എന്നൊരു ഉദ്ദേശത്തോടെ ആയിരുന്നില്ലേ. സുഞ്ജയുടെ ഫ്രണ്ടാണെങ്കിൽ അവൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ അതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ സുഞ്ജയുടെ അച്ഛനും കയറി വരും. അതുകൊണ്ട് തന്നെ സുഞ്ജയുടെ ഫ്രണ്ടിനാണെങ്കിൽ അവൻ്റെ അടുത്ത് ഈ ഓഡീഷനെ പറ്റിയൊന്നും പറയാനുള്ള ഒരവസരവും കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളിനെയാണ്. അവളാണെങ്കിൽ നേരെ വന്നിരിക്കുന്ന തന്നെ നമ്മുടെ തേസങ്ങിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലായിട്ടാ. നമ്മുടെ സോളാണെങ്കിൽ തേസങ്ങിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, അതായത് ഇൻവെസ്റ്റിഗേഷനൊക്കെ ഇപ്പോൾ എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക എന്ന്. അയാളാണെങ്കിൽ പറയും, ഞങ്ങളാണെങ്കിൽ ആ തെളിവെടുക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ എല്ലാം കത്തി നശിച്ചായിരുന്നു. എങ്കിലും ഞങ്ങളാണെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ആ മതിലിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ബ്ലഡിൻ്റെ സ്റ്റെയിനൊക്കെ കിട്ടിയായിരുന്നു. അത് ഞങ്ങൾ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് കമ്പയർ ചെയ്തൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി, അതായത്
അതായത് മുന്നേ ആ ആറ്റി കിടന്ന് കിട്ടിയ ബോഡിയില്ലേ അയാളുടെ സെയിം ബ്ലഡ് തന്നെയാണ് ഇതെന്ന്. അതായത് നീ പറഞ്ഞതുപോലെ തന്നെ ഇവൻ ഒരു സീരിയൽ കില്ലറായെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളിന് ഭയങ്കര സന്തോഷമാകും. എന്താണെന്ന് വെച്ചാൽ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നല്ല സൂപ്പറായിട്ടല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ സോളാണെങ്കിൽ അവിടെ പറയാൻ തുടങ്ങും. അതായത് അവളെ അന്ന് പിടിക്കാൻ വന്ന ആളാണെങ്കിൽ ഏത് തരം വണ്ടിയാണ് ഓടിച്ചിരുന്നതെന്ന്. അവൾക്ക് യഥാർത്ഥത്തിൽ ആ നമ്പരൊന്നും അറിയത്തില്ല. എങ്കിലും അവൾ പറയും വെള്ള കളർ ഒരു വാൻ പോലത്തെ വണ്ടിയായിരുന്നു എന്ന്. നമ്മുടെ സോളിനെ കൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അവൾ അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് നല്ല സമാധാനമായിട്ട് അവളുടെ സ്കൂളിലായിട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മുടെ സോളിൻ്റെ ചേട്ടൻ വന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിക്കും. എന്തിനാന്ന് വെച്ചാൽ അവൻ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇവൻ ഇങ്ങനെ പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ യൂനാണെങ്കിൽ സോളിൻ്റെ ഏകദേശം അടുത്തായിട്ടൊക്കെ നിന്നിട്ട് ഇവന് കോൾ ചെയ്യും. ഇവനാണെങ്കിൽ യൂനിൻ്റെ കോള് കാണുന്നതും പെട്ടെന്ന് തന്നെ അതങ്ങ് കട്ടാക്കി വിടും. ഇത് കാണുന്നത് നമ്മുടെ യൂനിന് സഹിക്കത്തില്ല. അവൾ അവിടെ കിടന്ന് വെള്ളം വെച്ച് കരയാൻ തുടങ്ങും. എങ്കിലും അവനാണെങ്കിൽ എന്തിനാ എൻ്റെ കോള് കട്ട് ചെയ്തത് എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ യൂനിനെ കാണുന്നതും ആ സെക്കൻഡിൽ തന്നെ അവിടെ നിന്ന് പൈസ പോലും വാങ്ങിക്കാണ്ടങ്ങ് എസ്കേപ്പ് ആവും. ഇത് കാണുന്നത് നമ്മുടെ യൂനാണെങ്കിൽ സോളിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അല്ല നീ നിൻ്റെ ചേട്ടനെ കണ്ടായിരുന്നോ, അവനെന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തേ എന്ന്. അതേസമയം തന്നെ അതിലേ നമ്മുടെ സുഞ്ചയെ നടന്നു പോകും. സുഞ്ചനെ കാണുന്ന നമ്മുടെ സോളും അതേ സെക്കൻഡിൽ തന്നെ അവിടെ നിന്ന് അങ്ങ് മിന്നിക്കളയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഫേസ് ചെയ്യാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് നമ്മുടെ യൂൻ മാത്രമാണ്. അവളാണെങ്കിൽ അവിടെ പറയും, അല്ല ഈ ചേട്ടനും അനിയത്തിക്ക് എന്താ പറ്റിയത്, ഇവർ രണ്ടെണ്ണം എന്തിനെങ്കിലും മുങ്ങി നടക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളും അതേപോലെ തന്നെ യൂനും കൂടി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ സുഞ്ചയും ഉണ്ടായിരുന്നു. ഇവനാണെങ്കിൽ അവിടെ ഇങ്ങനെ ബുക്കൊക്കെ അടുക്കി വെക്കുന്നതും ദൂരെ എന്നിട്ട് നമ്മുടെ സോൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം തന്നെ ഒരു പെങ്കൊച്ച് അവൻ്റെ അടുത്തായിട്ട് വരും. ഇവൻ്റെ അടുത്ത് ഇവളാണെങ്കിൽ നല്ലതുപോലെ ഫ്ലേർട്ടും ചെയ്യുന്നുണ്ട്. നമ്മുടെ സോളാണെങ്കിൽ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഉടനെ തന്നെ യൂൻ അവിടെ പറയും, നീ വിഷമിക്കൊന്നും വേണ്ട, സുഞ്ചിയുടെ അടുത്ത് അവളാണ് ഫ്ലേർട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് അവൻ അങ്ങോട്ടല്ല ഫ്ലേർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് യൂൻ അവളെ സമാധാനിപ്പിക്കും. ഉടനെ തന്നെ നമ്മളുടെ സോളാണെങ്കിൽ യൂൻ്റെ അടുത്ത് പറയും, എനിക്ക് വേറെ സങ്കടമൊന്നുമില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് അവനാണെങ്കിൽ ആ പെണ്ണുമായിട്ടങ്ങ് സെറ്റായാൽ മതിയായിരുന്നു, അവൻ വേറെ ആരെയും ഇഷ്ടപ്പെടേണ്ട എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനിനൊന്നും മനസ്സിലാവത്തില്ല. അവളാണെങ്കിൽ ചോദിക്കും, അല്ല നിനക്ക് സുഞ്ചേനെ ഇഷ്ടമല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഉടനെ തന്നെ നമ്മുടെ സോള് പറയും, ആരാ പറഞ്ഞു എനിക്ക് അവനെ ഇഷ്ടമായെന്ന്, എനിക്ക് അവൻ്റെ അടുത്ത് അങ്ങനെയുള്ള യാതൊരുവിധ ഫീലിങ്സും ഇല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ സോളാണെങ്കിൽ മിണ്ടാണ്ടങ്ങിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ക്ലാസ്സൊക്കെ നടക്കുന്നതാണ്. ക്ലാസ് നടക്കുന്ന ഫുൾ ടൈമിലും നമ്മുടെ സോളിൻ്റെ ശ്രദ്ധയെന്ന് പറയുന്ന സുഞ്ചയുടെ അടുത്ത് തന്നെ ആയിരുന്നു. അതായത് അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ പെണ്ണിൻ്റെ അടുത്തായിട്ട് അവളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളും അതേപോലെ തന്നെ യൂനും കൂടിയാണെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഷോപ്പിലായിട്ട് ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. നമ്മുടെ സോളാണെങ്കിൽ ഇപ്പോഴും സുഞ്ചയുടെ കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവളങ്ങനെ അവിടെ നിൽക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ സുഞ്ചയും അവൻ്റെ ഫ്രണ്ട്സും കൂടി അവിടെ ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് അങ്ങ് വരും. അവിടെയാണെങ്കിൽ നല്ലതുപോലെ പ്രോഗ്രാമൊക്കെ നടക്കുമായിരുന്നു. ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുവാണ്. നമ്മളുടെ സോളാണെങ്കിൽ വേഗം തന്നെ ആ ഡ്രിങ്ക്സിന് പൈസ കൊടുത്തിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുന്നേ അവളുടെ കയ്യിലുണ്ടായിരുന്ന പേഴ്സില്ലേ അത് തട്ടി അവിടെ തറയിലായിട്ട് കുറേ കോയിൻസ് വന്നങ്ങ് വീഴും. നമ്മുടെ സോളാണെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങും. അതേസമയം തന്നെ സുഞ്ചയുടെ കൂട്ടിരിക്കുന്ന ഫ്രണ്ട്സില്ലേ അവന് എന്തോ ഒരു ഫോൺ കോൾ വന്നിട്ട് അവനും വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. സത്യം പറഞ്ഞാൽ നമ്മുടെ സുഞ്ചയുടെ കൂട്ടത്തിലായിട്ടൊരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ സുഞ്ചയുടെ അടുത്ത് ഇപ്പോഴാണ് ഒറ്റയ്ക്ക് സംസാരിക്കാൻ കിട്ടുന്ന അവസരമെന്നും പറഞ്ഞിട്ട് അവൾ നമ്മുടെ സുഞ്ചയുടെ അടുത്തായിട്ട് വന്നിരുന്ന് കാര്യം പറയാനായിട്ട് തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ സോളിനെ കാണിക്കും. അവിടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ വെട്ടമൊന്നും അവിടെ ഇട്ടിട്ടില്ലായിരുന്നു. അവളങ്ങനെ വേഗം തന്നെ അവളുടെ കയ്യിൽ നിന്ന് പോയ കോയിൻസ് ഇല്ലേ അതെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയായിട്ട് ഇങ്ങനെ നുഴഞ്ഞു വന്നുകൊണ്ടിരിക്കും. നമ്മുടെ സോളാണെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ കോയിൻസും എടുത്തായിരുന്നു. അവസാനത്തെ കോയിൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവളാണെങ്കിൽ വന്ന് കയറുന്ന വേറെ എവിടെയല്ല നമ്മുടെ സുഞ്ചയുടെ ആ ടേബിളില്ലേ അതിൻ്റെ താഴെയായിട്ടായിരുന്നു. അവളങ്ങനെ അവിടെ വന്ന് നോക്കാൻ നേരത്ത് അവൾക്ക് പരിചയമുള്ള രണ്ട് കാലുകളായിരിക്കുന്നത്. നോക്കുമ്പോൾ എന്തോ നമ്മുടെ സുഞ്ചിയും അതേപോലെ തന്നെ അവൻ്റെ അടുത്തായിട്ട് അവൻ്റെ അടുത്ത് ക്രഷുള്ള ആ പെങ്കൊച്ചുമാണ്. അവളാണെങ്കിൽ അവിടെ നമ്മുടെ സുഞ്ചയുടെ അടുത്ത് എങ്ങനെയെങ്കിലും പ്രപ്പോസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് മുടിയൊക്കെ നേരെയാക്കി ഇരിക്കുമായിരുന്നു. നമ്മുടെ സോളാണെങ്കിൽ ഇത് കാണുന്നതിന് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. എങ്കിലും അവളാണെങ്കിൽ അവിടെ ബഹളമൊന്നും വെക്കത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഞ്ചേനെ ശല്യം ചെയ്യരുതല്ലോ. ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ സുഞ്ചയെടുത്ത് ഇഷ്ടമാണെന്ന് പറയും. കൂട്ടത്തിൽ തന്നെ അവനെ കിസ് ചെയ്യാനും വരും. ഇത് കാണുന്നതിന് നമ്മുടെ സോളാണെങ്കിൽ കണ്ണു അടച്ചങ്ങിരിക്കും. അവനായി അവൻ്റെ പാടായി എന്നൊക്കെയുള്ളൊരു രീതിയിൽ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ സുഞ്ചയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ സുഞ്ചേനെയും ഈ പെണ്ണിനെ ഇങ്ങനെ കാണുന്നേ ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. ഈ പെണ്ണും വേഗം തന്നെ തലയങ്ങ് മാറ്റും. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ രണ്ടെണ്ണം ഇവിടെ എന്തെടുക്കുക എന്ന്. അതേസമയം തന്നെ നമ്മളുടെ സോളാണെങ്കിൽ സുഞ്ചയുടെ കണ്ണിപ്പെടാണ്ട് അവൻ്റെ ആ ബെഞ്ചിൻ്റെ കീഴിലായിട്ടിരിക്കുമല്ലേ. പെട്ടെന്ന് തന്നെ അവളുടെ ഫോണിനകത്ത് റിങ് കേൾക്കാനായിട്ട് തുടങ്ങും. ഇത് കേൾക്കുന്നത് നമ്മളുടെ സുഞ്ചയുടെ ഫ്രണ്ടാണെങ്കിൽ അവിടെ കുനിഞ്ഞിട്ട് ഇവിടെ ആരായിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞു നോക്കാനായിട്ട് വരും. സത്യം പറഞ്ഞാൽ നമ്മുടെ സോളാണെങ്കിൽ ഭയങ്കര നാണക്കേടായിരുന്നു. അവൾ വിചാരിക്കും എന്തൊക്കെ സംഭവിച്ചാലും സുഞ്ച എന്നെ കാണാനേ പാടില്ല എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ ഇരുന്ന ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ ആ ഒരു പാത്രം എടുത്ത് ഇവളുടെ തലയിലടങ്ങ് കമത്തും.
എന്നിട്ട് അവൾ അവിടെ നിന്ന് വേഗം തന്നെ എസ്കേപ്പ് ആവാൻ വേണ്ടി ഓടിയങ്ങ് പോവും. ഇത് കാണുന്നേയും നമ്മളുടെ ഈ സുഞ്ചയുടെ ഫ്രണ്ട്സും അതേപോലെ തന്നെ സുഞ്ചയൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുമായിരുന്നു. അവർക്ക് മനസ്സിലാവത്തില്ല എങ്കിലും ഈ പെണ്ണെന്തിനെ ഇങ്ങനെ കാണിക്കുന്നേ, ഇവൾ ആരാ എന്ന്. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ യൂൻ ഓടിക്കൊണ്ട് വരും. സോൾ നീ എവിടെ പോകുന്നേ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചയ്ക്ക് ഒരു കാര്യം ഉറപ്പാവും, അതായത് സോൾ തന്നെയായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് ഓടിപ്പോയത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചയും ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. അവൻ വേഗം തന്നെ നമ്മുടെ സോളിൻ്റെ പുറവെയായിട്ട് ഓടാനായിട്ട് തുടങ്ങും. സോളാണെങ്കിൽ വേഗം തന്നെ ആ റെസ്റ്റോറൻറ്റിൽ താഴെയായിട്ട് വന്നിട്ടേ അവിടെ നിൽക്കുന്ന പെണ്ണിൻ്റെ കയ്യിൽ ആ വേസ്റ്റ് ബാസ്ക്കറ്റ് ഊരി കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവും. നമ്മുടെ സുഞ്ചയെ പുറത്തു വന്ന് നോക്കുമ്പോൾ എന്തോ സോളിൻ്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയും, എടാ എനിക്ക് തോന്നുന്നത് ആ സോള് തന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്ന്. എന്തൊക്കെയായിരുന്നാലും അവളുടെ മുമ്പിൽ വെച്ചിട്ട് നീ വേറൊരു പെണ്ണിനെ കിസ് ചെയ്തില്ലേ. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ച പറയും, നീ എന്തോ ഒന്നും അറിഞ്ഞൂടാണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, ഞാൻ ആരെയും കിസ് ചെയ്തിട്ടൊന്നുമില്ല. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട് പറയും, എന്തൊക്കെയായിരുന്നാലും ആ സോളിന് നല്ല വിഷമമായി കാണും. എനിക്ക് മനസ്സിലായിടത്തോളം അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിൻ്റെ ഷോൾഡറിന് വയ്യാണ്ടായെന്ന് അറിഞ്ഞ സമയത്ത് അവൾ ആ സ്കൂളിൻ്റെ മുമ്പിൽ കിടന്ന് എന്ത് കരച്ചിലായിരുന്നു. എനിക്കതുകൊണ്ട് നല്ല വിശ്വാസമാണ് അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായെന്ന്. എന്തൊക്കെയായിരുന്നാലും നീ അവളുടെ മനസ്സ് തകർത്തു. പെട്ടെന്ന് തന്നെ നമുക്കാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കും. അതായത് യഥാർത്ഥത്തിൽ അവിടെ എന്തുവാ സംഭവിച്ചതെന്ന്. സുഞ്ചേനെ ആ പെണ്ണാണെങ്കിൽ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചയെ അവളുടെ നെറ്റിയിലായിട്ട് കൈ വെച്ചിട്ട് അവളെ പിടിച്ച് തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് അവർ രണ്ടുപേരും കിസ് ചെയ്തെന്ന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ സുഞ്ചയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സോൾ ഇപ്പോൾ അവനെ പറ്റി എന്ത് വിചാരിച്ച് കാണുമെന്ന്. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട് പറയും, എന്തൊക്കെയായിരുന്നാലും അവളിപ്പോൾ ഭയങ്കരമായിട്ട് കിടന്ന് കരയുമായിരിക്കുമെന്ന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സോളിനെയാണ്. അവൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവളുടെ ആ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ഡ്രിങ്ക്സ് ചെയ്തിട്ടേ നല്ലതുപോലെ കിടന്ന് കരയുമായിരുന്നു. അവൾ പറയും, എന്തൊക്കെയായിരുന്നാലും സുഞ്ചയുടെ ഫസ്റ്റ് ലവ് ഞാനല്ലേ, എൻ്റെ മുന്നിൽ വെച്ച് അവൻ എങ്ങനെ തോന്നി വേറൊരു പെണ്ണിനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്കിലും അതൊട്ട് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് ഭയങ്കരമായിട്ടും ബഹളം വയ്ക്കും. അതേസമയം തന്നെ അവളുടെ ചേട്ടനും അടുത്തിരിപ്പുണ്ട്. അവൻ ഇരുന്നിട്ട് പറയും, ഞാനാണെങ്കിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുക, എനിക്ക് ഗേൾ ഫ്രണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവനും അവിടെ കിടന്ന് ബഹളം വയ്ക്കും. നമ്മളുടെ സോളിനാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. അവളാണെങ്കിൽ പറയും, എങ്കിലും ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ കാലിട്ട് നല്ലതുപോലെ അടിക്കാൻ തുടങ്ങും. അതേസമയം തന്നെ അവളുടെ കാലിൽ കിടന്ന് ഞാൻ ചെരുപ്പില്ലേ, അത് തെറിച്ചു പോയി താഴെ ചെന്നങ്ങ് വീഴും. അതേസമയം നമ്മുടെ സുഞ്ചി അതിലെ നടന്നു വരുമായിരുന്നു. അവനും ഇവള് പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ട്. അവനിങ്ങനെ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വരുന്നതും കറക്റ്റായിട്ട് നമ്മുടെ സോളാണെങ്കിൽ അവിടെ അവളുടെ ചെരുപ്പ് എടുത്തെറിയുന്നത്. പെട്ടെന്ന് തന്നെ സോളാണെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് വേഗം തന്നെ എത്തിയൊന്ന് നോക്കുമ്പോൾ അവളുടെ ചെരുപ്പ് എവിടെ പോയി എന്ന് നോക്കുമ്പോൾ എന്തുവാ ആ ചെരുപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സുഞ്ചിയാണ്. അവനിപ്പോൾ ക്യാച്ച് പിടിച്ചേക്കുവാണ്. ഇത് കാണുന്നേ നമ്മുടെ സോളാണെങ്കിൽ വേഗം തന്നെ താഴോട്ട് ഇറങ്ങി വരും. ഉടനെ തന്നെ സുഞ്ചിയാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, അത് നീയായിരുന്നു എന്ന്. ഉടനെ തന്നെ നമ്മുടെ സോള് പറയും, അതെ, ഞാൻ മുകളിൽ എൻ്റെ ചേട്ടനുമായിട്ട് ഡ്രിങ്ക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അറിയാണ്ടാണ് ഈ ചെരുപ്പ് വന്ന് താഴെ വീണത് എന്ന്. ഉടനെ തന്നെ സുഞ്ചയ പറയും, ഞാൻ ഈ ചെരുപ്പിൻ്റെ കാര്യമല്ല ചോദിച്ചത്, നേരത്തെ ആ റെസ്റ്റോറൻറ്റിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നീ ആയിരുന്നല്ലേ എന്നും പറഞ്ഞിട്ട് സുഞ്ചിയാണെങ്കിൽ അവളുടെ കാലിലായിട്ട് ചെരുപ്പിട്ട് കൊടുക്കാനായിട്ട് ഒരുങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ സോളിനാണെങ്കിൽ ഭയങ്കര ഓക്വേർഡ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ അവിടെ പറയും, ആ റെസ്റ്റോറൻറ്റിൽ വെച്ചത് നീ കണ്ടത് എന്നെയേ അല്ല, ഞാൻ അവിടെ ബാസ്ക്കറ്റ് ഇട്ട് ഓടിയിട്ടും ഇല്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചയ്ക്കാണെങ്കിൽ ഒരു കാര്യം കൺഫേം ആവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇതുവരെ ബാസ്ക്കറ്റിനെ പറ്റി ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അവനാണെങ്കിൽ നമ്മളുടെ സോളിൻ്റെ അടുത്ത് ചോദിക്കും, സത്യം പറ, നിനക്ക് എൻ്റെ അടുത്ത് ഒരു തരി പോലും ഇഷ്ടമല്ലേ, നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, നീ പറഞ്ഞ ആ കള്ളക്കഥകളും അതെല്ലാം ഞാൻ വിശ്വസിച്ചു, എനിക്കതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല, നീ ഒരു തവണയെങ്കിലും എൻ്റെ അടുത്ത് സത്യം പറയണം, നിനക്ക് ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് ഫീലിങ്സ് തോന്നിയിട്ടില്ലേ. സത്യം പറഞ്ഞാൽ നമ്മുടെ സോളിനാണെങ്കിൽ അവൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അവൾക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് അതെല്ലാം തുറന്ന് പറയണമെന്നുണ്ട്. എങ്കിലും അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അവൻ്റെ ലൈഫിന് തന്നെയാണ് പ്രശ്നമാവാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ സോളാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിൻ്റെ അടുത്ത് എനിക്ക് യാതൊരുവിധ ഫീലിങ്സും ഇല്ല എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ സുഞ്ചിക്ക് ഭയങ്കര വിഷമം. അവനെങ്ങനെ വീട്ടിലായിട്ട് വന്നിട്ട് അതിനെപ്പറ്റി തന്നെ ആലോചിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സോളും ഇപ്പോൾ ഇക്കാര്യം ആലോചിച്ച് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന തേസ് എങ്ങനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും അവൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് എടുത്ത് കൊടുക്കും. എന്നിട്ട് അവൻ വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് തിരിച്ചു നടക്കും. പെട്ടെന്ന് തന്നെ അവിടെയുടെ വേറൊരു പോലീസുകാരൻ വരും. അയാൾ വന്നിട്ട് സംസാരിക്കുന്നത് സോളിനെ പറ്റിയിട്ടൊക്കെയാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ തേസങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അപ്പോൾ അവനാണെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ എന്തിനാ ഇപ്പോൾ സോളിനെ പറ്റി സംസാരിക്കുന്നത്, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന്. അങ്ങനെ നമ്മളുടെ തേസങ്ങാണെങ്കിൽ തിരിച്ചറിയും. അതായത് സോളിൻ്റെ പുറവെ ഒരു കില്ലർ നടക്കുന്നതും അവളെ മുന്നേ ഒരാൾ തട്ടിക്കൊണ്ട് പോയ കാര്യങ്ങളൊക്കെ. ഇത് കേൾക്കുന്നേ നമ്മുടെ തേസങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സുഞ്ചനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട് വരും.
അവനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന തന്നെ നമ്മുടെ സുഞ്ച എടുത്ത ഓഡീഷൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പോരാത്തതിന് അവനാണെങ്കിൽ അവൻ്റെ ഹെയർ സ്റ്റൈലും വെട്ടി നല്ലതുപോലെ മുട്ടയടിച്ചിട്ടാണ് വന്നേക്കുന്നത്. അവരാണെങ്കിൽ അവിടെ വന്ന ഉടനെ സുഞ്ചനെ കാണുന്നതും അവൻ്റെ മുമ്പിലായിട്ട് അവൻ്റെ ആ തലയിലുണ്ടായിരുന്ന തൊപ്പിയെടുത്തങ്ങ് മാറ്റും. അപ്പോൾ നമ്മുടെ സുഞ്ച ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ കട്ട് ചെയ്തേക്കുന്നതെന്ന്. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട് പറയും, അത് നിൻ്റെ അടുത്ത് എനിക്കാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ എൻ്റെ കൂടെ ആ ഓഡീഷന് പങ്കെടുക്കാൻ വരണം. നീ പങ്കെടുക്കാൻ വരണോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ തല ഇങ്ങനെ മുട്ടയടിച്ചേക്കുന്നതെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചയെ പറയും, നിനക്ക് എൻ്റെ അടുത്ത് ഇത്രയ്ക്ക് ഇഷ്ടം ഉണ്ടായിരുന്നോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഞ്ചയാണെങ്കിൽ അവനെ വന്ന് കെട്ടി അങ്ങ് പിടിക്കും. രണ്ടുപേരും ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ സുഞ്ചയുടെ ഫ്രണ്ടാണെങ്കിൽ മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ അവൻ നോക്കിയിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് കറക്റ്റായിട്ട് അവിടേക്കും നമ്മളുടെ സുഞ്ചയാണെങ്കിൽ നടന്നു വരും. ഇവനെ കാണുന്നേയും നമ്മളുടെ സുഞ്ചയുടെ ഫ്രണ്ടാണെങ്കിൽ അവൻ്റെ അടുത്ത് തലയിൽ തൊപ്പിയൂരി അങ്ങോട്ട് സംസാരിക്കാനായിട്ട് വരുന്നേയും പെട്ടെന്ന് തന്നെ സുഞ്ച അവൻ്റെ അടുത്ത് തിരിച്ചു പറയും, നീ ഇപ്പം എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്തിനാന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് ഞാൻ ആ ഓഡീഷനിൽ പങ്കെടുക്കണം, അതിന് വേണ്ടിയിട്ടല്ലേ? ഉറപ്പായിട്ട് ഞാൻ പങ്കെടുക്കാം. നിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു, അതായത് നീ ഭയങ്കര സങ്കടത്തിലാണ്, നിനക്ക് ആ ഓഡീഷനിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചയുടെ ഫ്രണ്ട് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അടുത്താണെങ്കിൽ ഇത്ര കഷ്ടപ്പെടാണ്ട് തന്നെ ഇവനിപ്പോൾ ഇതിന് സമ്മതിച്ചില്ലേ. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചയുടെ ഫ്രണ്ടിന് ഭയങ്കര സന്തോഷം. സുഞ്ചയെ പറയും, എനിക്ക് ക്ലാസ്സിന് പോകാൻ നേരമായി, ഞാൻ അങ്ങോട്ട് പോവുക എന്ന്. അവനവിടെ നിന്ന് പോകുന്നതും സുഞ്ചയുടെ ഫ്രണ്ടിരുന്ന് ആലോചിക്കും, ഇത്ര നിസ്സാരമായിട്ട് അവനിത് സമ്മതിക്കുമായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ എൻ്റെ തല പോയി മുട്ടയടിച്ചത് എന്ന്. അവനിപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവനാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു ഓഡീഷൻ എന്നെ പങ്കെടുക്കാൻ പോവുമല്ലേ, ആ സമയത്ത് അവൻ്റെ തല ഇത്രയും കുളമാക്കി വെച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളാണെങ്കിൽ അവളുടെ സ്കൂളിലായിട്ട് നടന്നു വരുന്നതും അവിടെയായിട്ട് നല്ലൊരു ആൾക്കൂട്ടം കാണും. സോളിനൊന്നും മനസ്സിലാവത്തില്ല. അവൾ വിചാരിക്കും ഇവിടെ എല്ലാവരും എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും പറയുന്നത് അവൻ എന്ത് സുന്ദരനാ എന്നാ. പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ എന്തുവാ അവിടെയായിട്ട് ഒരുത്തനൊരു പാക്കറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആൾക്കാരെല്ലാം മാറി നമ്മുടെ സോളാണെങ്കിൽ ഫ്രണ്ടിലോട്ട് വരുന്നതും അത് വേറെ ആരുമല്ല, നമ്മുടെ തേസങ്ങ് തന്നെയാണ്. അവനാണെങ്കിൽ സോളിനെ കണ്ടിട്ട് പറയും, നിനക്ക് വേണ്ടി ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുക എന്ന്. എല്ലാ പെൺപിള്ളേരും ഇപ്പോൾ ഇവനെ തന്നെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ സോൾ അവിടെയായിട്ട് ഓടി വരും. അവളാണെങ്കിൽ ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക എന്ന്. ഉടനെ തന്നെ തേസങ്ങ് പറയും, നീയല്ലേ കഴിഞ്ഞ തവണ എൻ്റെ പാക്കറ്റ് മാറി എടുത്തിട്ട് പോയത്, ആ പാക്കറ്റ് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ അച്ഛൻ്റെ ബെർമൂഡയായിരുന്നു അതിൻ്റെ അതെനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് സംസാരിക്കാൻ തുടങ്ങും. ഉടനെ എന്നെ സോള് പറയും, നിനക്കൊന്ന് പതുക്കെ സംസാരിക്കാവോ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സംസാരിക്കാം എന്ന്. എന്നാൽ ഈ തേസങ്ങാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവനാണെങ്കിൽ അവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഉറക്കെ വിളിച്ചു പോകാൻ തുടങ്ങും, എൻ്റെ അച്ഛൻ്റെ ബെർമൂഡ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളാണെങ്കിൽ വേഗം തന്നെ തേസങ്ങിൻ്റെ വായ അങ്ങ് പൊത്തിപ്പിടിക്കും. ഇതെല്ലാം കണ്ടിട്ട് നമ്മളുടെ സുഞ്ചയും വരുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇത് കാണുന്നേ അങ്ങ് ഭയങ്കര ദേഷ്യം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ തേസങ് എന്ന് പറയുന്നത് സോളിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് അല്ലേ. അതുകൊണ്ട് അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അതിനുശേഷം കാണിക്കുന്നേ നമ്മുടെ സോളിനെയും അതേപോലെ തന്നെ തേസങ്ങിനെയാണ്. അവിടെ തേസങ്ങാണെങ്കിൽ പറയും, സോൾ നീ ഇല്ലാതെ എനിക്കൊരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല, നമുക്ക് രണ്ടുപേർക്കും വീണ്ടും ഒരുമിച്ചാലോ എന്ന്. ഇത് കേൾക്കുന്നേ സോളാണെങ്കിൽ അവിടെ കരഞ്ഞിട്ട് പറയും, എനിക്ക് ഒരിക്കലും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കും. സത്യം പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നല്ല, നമ്മുടെ സുഞ്ചിയാണെങ്കിൽ ഇതെല്ലാം ആലോചിച്ച് കൂട്ടുന്നതാണ്. അവനാണെങ്കിൽ അവിടെ ഒരു കഫറ്റേരിയയിലായിട്ടായിരിക്കുന്നത്. അവനവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങും. ഉടനെ തന്നെ അവൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഫ്രണ്ട് ആണെങ്കിൽ ചോദിക്കും, മേഡം നീ എന്തിനാ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്, ഞാൻ നിൻ്റെ ഒരു ചിക്കൻ അല്ലേ എടുത്തോളെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ എടുത്ത ചിക്കൻ അങ്ങ് തിരിച്ച് വെച്ചിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ സുഞ്ചയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ തേസങ്ങിനെയും അതേപോലെ തന്നെ സോളിനെയാണ്. അവിടെ സോളാണെങ്കിൽ ചോദിക്കും, അല്ല നീ എന്നെ കാണാൻ വന്നത് എന്തിനാ, സത്യം പറ, നീ ഈ ഡ്രസ്സ് തരാൻ വേണ്ടിയിട്ട് തന്നെയാണോ വന്നത്, എൻ്റെ കയ്യിൽ എന്തിനാ ഇങ്ങനെ ഒരു ബൊക്കെ വെച്ചേക്കുന്നത്. ഉടനെ എന്നെ തേസങ്ങ് പറയും, ഞാൻ ഈ ബൊക്കെ നിനക്ക് തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതൊന്നുമല്ല, ഞാനിവിടെ നിന്ന സമയത്ത് ഒരു പെങ്കൊച്ചാണെങ്കിൽ ഞാൻ കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ട് പോയതാണ്. ഞാനിപ്പോൾ ഇവിടെ മെയിനായിട്ട് വന്നേക്കുന്നത് നിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ ബെർമുഡ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്, നീ എനിക്ക് എപ്പോഴാണ് അത് തരുന്നത്. ഉടനെ എന്നെ സോള് പറയും, ആ പാക്കറ്റിൽ എന്തുവായിരുന്നെന്ന് ഞാൻ മര്യാദയ്ക്ക് നോക്കിയിട്ട് കൂടിയില്ല, അതെന്തായിരുന്നാലും വീട്ടിൽ കാണും, ഞാനൊന്ന് തപ്പിയെടുത്ത് കൊണ്ടുവരാം എന്ന്. അവൾ പറയും, എന്തായിരുന്നാലും ഈ ഒരു ഡ്രസ്സിൻ്റെ പേരിൽ മാത്രം നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തുവാ കാര്യം. ഉടനെ എന്നെ തേസങ്ങ് പറയും, നിന്നെ സംരക്ഷിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, നീ ഇപ്പോൾ ഭയങ്കര റിസ്ക്കിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. 2008 നിന്നെ ഒരു കില്ലറാണെങ്കിൽ തട്ടിക്കൊണ്ടുപോയ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. എൻ്റെ അച്ഛനാണ് ആ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നല്ലോ തേസങ്ങിൻ്റെ അച്ഛനാണ് ആ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നതെന്നും. അവൾ ചോദിക്കും, ഓഹോ അപ്പോൾ അത് നിൻ്റെ അച്ഛനായിരുന്നല്ലേ, എന്തായിരുന്നാലും നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യണം. 2023 സുഞ്ചേനെ അയാളാണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് കൊന്നു കളയാനുള്ള ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ സോളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുത്തെ ടൈം അങ്ങ് സ്റ്റോപ്പ് ആവും. ഉടനെ തന്നെ സോളാണെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ച് പറയാനായിട്ട് തുടങ്ങും. അവൾ പറയും, നീ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം പറയണം,
2023 അച്ഛൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നടക്കാണ്ട് പകരം സുഞ്ജയനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ തേസിങ്ങനെ അങ്ങ് ഭയങ്കര ജലസാവേയും അതേപോലെ തന്നെ അവന് നല്ല ദേഷ്യവും വരും. അവൻ ചോദിക്കും, നീ എന്തോ ഇപ്പോൾ പരസ്പര ബന്ധമല്ല അതൊക്കെ സംസാരിക്കുന്നത്? 2023 എന്തിനാ നിന്നെ സംരക്ഷിക്കാണ്ട് സുഞ്ജയനെ സംരക്ഷിക്കാൻ പോകുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉടനെ എന്നെ സോൾ അവിടെ സത്യം തുറന്നു പറയും. അതായത് നിനക്കൊരു കാര്യം അറിയാവോ, 2023 ഞാൻ ടൈം ട്രാവൽ ചെയ്ത് ഇവിടോട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ 2023 എന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് നല്ല ക്ലിയർ ആയിട്ടറിയാം. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഈ തേസങ്ങാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ തേസങ്ങിൻ്റെ അച്ഛനെയും അതേപോലെ തന്നെ പോലീസുകാരെയൊക്കെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ആ ക്രൈം നടന്ന സ്ഥലമില്ല, അവിടെയായിട്ട് നല്ലതുപോലെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുമായിരുന്നു. അവരാണെങ്കിൽ പറയും അടുത്തുള്ള വല്ല CCTV ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് ആ കാറിൻ്റെ വല്ല ഡീറ്റെയിൽസും കിട്ടുമല്ലോ. സോളാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വൈറ്റ് കളർ കാറാണ് എന്ന്, അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് അയാളെ പിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സുഞ്ജയനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ വീട്ടിലായിട്ട് ഇങ്ങനെ നടന്നു വരുന്നതും പെട്ടെന്ന് തന്നെ അവൻ്റെ അച്ഛനാണെങ്കിൽ അവനെ കോൾ ചെയ്തിട്ട് പറയും, മേഡം മോനെ ഒരു സന്തോഷ വാർത്തയുണ്ട്, നിനക്കാണെങ്കിൽ US പോകാനുള്ള എല്ലാ സാധനങ്ങളും പെട്ടെന്ന് തന്നെ റെഡി ആവുമെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടറിന് ഓൾറെഡി ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് ക്യാൻസലായിപ്പോയി. അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ ആ ഡോക്ടറിനെ മീറ്റ് ചെയ്യാമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സുഞ്ജയ്ക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര സങ്കടം വരും. അവൻ യഥാർത്ഥത്തിൽ നമ്മുടെ സോളിനെ വിട്ടിട്ട് ഈ നാട്ടിൽ നിന്ന് പോകാൻ ഒട്ടും തന്നെ ആഗ്രഹമില്ല. അവൻ വിചാരിക്കും ഞാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സോളിനെ നല്ലതുപോലെ മിസ് ചെയ്യുമെന്ന്. അവനിങ്ങനെ ഇതൊക്കെ ആലോചിച്ചോട്ട് വരുന്നതും അവിടെ നമ്മുടെ സോളിൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് അവളുടെ മുത്തശ്ശി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കാണും. പെട്ടെന്ന് തന്നെ അവർ സ്ലിപ്പ് ആവുന്നതും കാണുന്നതും നമ്മളുടെ സുഞ്ജയ് വേഗം അങ്ങോട്ട് ഓടി അങ്ങ് ചെല്ലും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ തേസങ്ങനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സോളിൻ്റെ കൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സോളാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്തിനാ ഇപ്പോൾ എൻ്റെ പുറകെ നടന്നു വരുന്നത്? ഉടനെ എന്നെ തേസങ്ങ് പറയും, എന്താണെന്ന് വെച്ചാൽ ആ കില്ലറിനെ ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ, അവനെ പിടിക്കാത്ത സ്ഥിതിക്ക് നീ എപ്പോഴും നല്ല ഡേഞ്ചറിലാണ്. അപ്പോൾ അവനാണെങ്കിൽ തിരിച്ച് നമ്മുടെ സോളിൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇപ്പോൾ പറഞ്ഞല്ലോ നീ ടൈം ട്രാവൽ ചെയ്ത് വന്നതായെന്ന്, എങ്കിൽ പിന്നെ നീ കുറച്ച് കാര്യം പറ, ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അടുത്ത സിനിമ ഏതാണ് ഹിറ്റാവാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യം. ഉടനെ തന്നെ നമ്മുടെ സോളാണെങ്കിൽ പറയും, എനിക്ക് അതൊന്നും നിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല, പറഞ്ഞു കഴിഞ്ഞാലും നിനക്കത് കേൾക്കാൻ പറ്റത്തില്ല, ടൈം നല്ലതുപോലെ ഫ്രീസായി പോവും. ഇത് കേൾക്കുന്നതെന്ന് നമ്മുടെ തേസങ്ങ് പറയും, എടി കള്ളി, നീ എന്തായിരുന്നാലും പഠിച്ച മിടുക്കിയാണ്, നീ ഇപ്പം ഇങ്ങനെയുള്ള ഓരോരോ എക്സ്ക്യൂസ് പറയുന്നുണ്ട്, ഞാനൊരിക്കലും നിൻ്റെ അടുത്ത് ഇതൊന്നും ചോദിക്കത്തില്ല എന്ന് നിനക്കറിയത്തില്ലേ? ഉടനെ എന്നെ സോൾ പറയും, നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല, എന്തൊക്കെയായിരുന്നാലും എനിക്ക് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം, എനിക്കിത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് നമ്മളുടെ സോള് പറയും. ഉടനെ എന്നെ തേസങ്ങ് നോക്കും, നീ എന്തായിരുന്നാലും കൊള്ളാം, നിൻ്റെ ക്രഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് നീ ഇങ്ങനെ പറയുന്നു, എന്തൊക്കെയായിരുന്നാലും നീ മിടുക്കി തന്നെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തേസങ്ങ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളിനാണെങ്കിൽ ഒരു ഫോൺ കോൾ വരും. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തുവാ, നമ്മുടെ സോളിൻ്റെ വീട്ടിലാണെങ്കിൽ എമർജൻസി ആയിട്ട് വേഗം തന്നെ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് കോൾ വന്നേക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് പേടിച്ച് തന്നെ വേഗം വീട്ടിലോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് മനസ്സിലാവും, അതായത് അവരുടെ വീട്ടിലാണെങ്കിൽ പൈപ്പ് ലീക്കേജ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ മൊത്തം ഇപ്പോൾ വെള്ളമായി, വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അവൾ വന്ന് കയറി നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മുടെ സുഞ്ജയും അതേപോലെ തന്നെ അവളുടെ അമ്മയും കൂടി 2 ബക്കറ്റിലായിട്ട് വെള്ളം വീഴുന്നത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. സത്യം പറഞ്ഞാൽ സുഞ്ജയ്ക്കാണെങ്കിൽ തേസങ്ങിനെ കാണുന്നേ അങ്ങ് ഭയങ്കര ദേഷ്യം വരും. സോളിനെയും തേസങ്ങിനെയും കാണുന്നേയും നമ്മുടെ സോളിൻ്റെ അമ്മ ചോദിക്കും, അല്ല നിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള അതേ ചെറുക്കൻ തന്നെ ആയിരുന്നില്ലേ നമ്മുടെ വീടന്ന് തീ പിടിച്ചപ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നത്, ഇവൻ നിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് അല്ലേ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ തേസങ്ങ് അതേന്ന് പറഞ്ഞിട്ട് ചിരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളാണെങ്കിൽ ഓടി വന്ന് സുഞ്ജയെടുത്ത് പറയും, അല്ല നീ എന്തിനാ ഇതിപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങ് തന്നോ, ഞാനിത് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവളവിടെ കിടന്ന് ബഹളം വയ്ക്കും. ഉടനെ എന്നെ സുഞ്ജ എവിടെ പറയും, അതൊന്നും കുഴപ്പമില്ല, ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ തേസങ്ങ് വന്നിട്ട് ഈ സോളിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ആ ബക്കറ്റ് അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് 2 പേരും കൂടി അപ്പുറം ഇപ്പുറമായിട്ട് നിന്ന് ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ 2 പേർക്കിടയിൽ ഇവിടെ കോമ്പറ്റീഷനാണ് കേട്ടോ നടക്കുന്നത്. നമ്മുടെ സുഞ്ജയും അതേപോലെ തന്നെ തേസങ്ങും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ കയ്യിൽ ഈ പാത്രം പിടിക്കുന്ന അവർ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ സോളിൻ്റെ അമ്മയാണെങ്കിൽ വെള്ളമൊക്കെ നല്ലതുപോലെ ഒരു പാത്രത്തിൽ കോരി കൊണ്ട് കളയാൻ ഒരുങ്ങുന്നേ. നമ്മുടെ തേസങ്ങാണെങ്കിൽ പറയും, അമ്മ ഇങ്ങനെ തന്നേരെ ഞാനിത് കൊണ്ട് കളയാം എന്ന് പറഞ്ഞിട്ട് അവൻ നല്ല ചെറുക്കനെ പോലെ ഇത് കൊണ്ട് കളയാനായിട്ടിറങ്ങും. ഉടനെ തന്നെ നമ്മളുടെ സോളിൻ്റെ അമ്മ പറയും, എന്നാലും ഇത് തങ്കം പോലത്തെ ഒരു ചെറുക്കനായിരുന്നു, ഇവനെ എന്തിനാ സോള് ബ്രേക്കപ്പ് ആക്കിയത്, ഇവൻ എന്ത് നല്ല ചെറുക്കനായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സുഞ്ജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ നമ്മുടെ തേസങ്ങ
ആണെങ്കിൽ തിരിച്ച് ആ ബക്കറ്റ് പിടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നേയും സുഞ്ചയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കും, നീ എന്തോത്തിനാ സോളിൻ്റെ അമ്മേനെ ഇപ്പോൾ അമ്മ എന്ന് വിളിച്ചത്, നിനക്ക് ആരാ അതിനുള്ള അധികാരം തന്നെ? ഉടനെ എന്നെ തേസങ്ങ് പറയും, പിന്നെ അമ്മ എന്നല്ലാതെ ഞാൻ പിന്നെ അവരെ കയറി അച്ഛാന്ന് വിളിക്കാൻ പറ്റുമോ? എനിക്ക് അവരെ അമ്മ എന്ന് വിളിക്കാൻ തോന്നി, ഞാൻ അങ്ങനെ സംസാരിച്ചു എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ നല്ലതുപോലെ നമ്മുടെ ഈ സുഞ്ചനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കും. സത്യം പറഞ്ഞാൽ സോളിന് മനസ്സിലാവാത്തയില്ലേ ഇവിടെ എങ്ങനെയാണ് സുഞ്ച എത്തിയത് എന്ന്. അവളത് ചോദിക്കുമ്പോഴേ അറിയുന്നത്. അവളുടെ മുത്തശ്ശി പറയും, ഞാൻ വീഴാൻ പോയപ്പോൾ ഈ കൊച്ചാണെങ്കിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്ന്. അങ്ങനെ ഇവക്കും ഇപ്പം എന്തോ വേണമെന്നറിയാൻ വയ്യ. ഇവർ രണ്ടുപേരും ഇങ്ങനെ അടി കൂടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ മുത്തശ്ശിയാണെങ്കിൽ സുഞ്ചനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. എങ്കിലും ഒരു സ്പോർട്സ്മാൻ ആയിട്ടുള്ള മോൻ്റെ കൈ കാണാൻ സൂപ്പറാണ്, നിൻ്റെ കൈ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആണ് എന്ന്. ഇത് കേൾക്കുന്നേ സുഞ്ചയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അവൻ വേഗം തന്നെ അവൻ്റെ കൈയും കാണിച്ച് അവിടെ കിടന്ന് ഷോ ഓഫ് കാണിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുന്നത് നമ്മുടെ തേസിങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവനാണെങ്കിൽ പറയും, ഓ ഇത്തിരി മസിലുണ്ടെന്ന് പറഞ്ഞിട്ട് അത്ര വലിയ കാര്യമൊന്നും അല്ല എന്ന്. അങ്ങനെ രണ്ടെണ്ണം ഓരോരോ കാര്യം പറഞ്ഞ് അടി കൂടാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ തേസം കണ്ടല്ലോ താഴെ ഇരിക്കുന്ന ബക്കറ്റിലെ വെള്ളമാണെങ്കിൽ നിറഞ്ഞ കാണുന്നേ, അതെടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ആ ബക്കറ്റുമായിട്ട് അവിടെ ഇങ്ങ് മറിഞ്ഞു വീഴും. ഉടനെ തന്നെ നമ്മളുടെ സുഞ്ച ചോദിക്കും, നിനക്കൊരു കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയത്തില്ലേ എന്ന്. അവിടെയാണെങ്കിൽ തേസങ്ങ് പറയും, അല്ല നീ എന്തോത്തിന് എന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ വഴക്ക് പറയുന്നത്? ഉടനെ എന്നെ സുഞ്ച പറയും, നിനക്കിതൊന്നും നേരെ ചൊവ്വേ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പൊക്കൂടെ, എന്തിനാ നീ ഇവിടെ കിടന്ന് ഇങ്ങനെ അവളെ സഹായിക്കണമെന്നുള്ള പേരിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഉടനെ എന്നെ തേസങ്ങ് പറയും, അല്ല നീ എന്തോത്തിനാ സോളിനെ സഹായിക്കാൻ വേണ്ടി വന്നേക്കുന്നത്? അവളുമായിട്ട് നീ മിണ്ടത്തൂടിയില്ല, അവളാണെങ്കിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലും അല്ല, എന്നിട്ട് നീ അവളെ സഹായിക്കുന്നില്ല, യാതൊരു അർത്ഥവും ഇല്ല എന്ന് പറയും. ഉടനെ തന്നെ നമ്മുടെ സുഞ്ചി അവിടെ പറയാൻ തുടങ്ങും, ഞാനേ അവളുടെ അയൽക്കാരനാണ്, ഞങ്ങളുടെ ഫാമിലിക്ക് നല്ലതുപോലെ പരസ്പരം അറിയാം, അയൽക്കാരനായി എന്നുള്ളൊരു സ്ഥിതിക്ക് എനിക്ക് ഉറപ്പായിട്ടും അവളെ വന്ന് സഹായിക്കാവുന്നതേ ഉള്ളൂ, നീയാണ് ഇവിടെ നിൽക്കേണ്ടാത്തത്. അല്ലെങ്കിലും നിനക്ക് അവളുടെ അടുത്ത് യഥാർത്ഥത്തിൽ ഇഷ്ടമൊന്നും ആയിരുന്നില്ലല്ലോ, നീ ചുമ്മാ ടൈം പാസിന് വേണ്ടിയിട്ടല്ലേ അവളുടെ പുറകെ നടന്നത്. ഉടനെ എന്നെ തേസങ്ങ് പറയും, ആരാ പറഞ്ഞ് എനിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു എന്ന്? ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ തന്നെ, എനിക്ക് അവളാണ് ഒരു കാര്യം പോലും പറയാണ്ട് എൻ്റെ കൂടെ ബ്രേക്കപ്പ് ആയത്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ സുഞ്ചയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ കൈയിരുന്നേ ആ പാത്രമില്ല അതങ്ങ് തറയിലിടും. അതേപോലെ തന്നെ തേസങ്ങ് തറയിലേട്ടങ്ങിടും. അങ്ങനെ രണ്ടെണ്ണം ഭയങ്കരമായിട്ട് അടി കൂടാനായിട്ട് തുടങ്ങും. ഇവർ രണ്ടെണ്ണം അടി കൂടുന്നത് മെയിനായിട്ട് നമ്മുടെ സോളിന് വേണ്ടിയിട്ടല്ലേ. അവിടെയായിട്ടാണെങ്കിൽ ലൈറ്റൊക്കെ പൊട്ടിയിട്ട് അവിടുത്തെ വയറ് വന്ന് വീണ് ഇപ്പോൾ ഷോക്ക് അടിച്ച് ആരെങ്കിലും മരിച്ചു പോവും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് വന്നിരിക്കുന്നത്. ഇവരുടെ ഈ അടി കൂടക്കം കാണുന്നേ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ സോള് ഓടി വരും. അവളിത് കണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു പോയായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെയായിട്ട് ഒരു ലൈറ്റിൻ്റെ വയറാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പൊട്ടി വീണിട്ട് കിടക്കുമല്ലേ, അതാണെങ്കിൽ ഇപ്പോൾ ആ വെള്ളത്തിലെങ്ങനെ വീണ് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ നമ്മളുടെ സുഞ്ചയും അതേപോലെ തന്നെ തേസങ്ങും മരിച്ചു പോവും. അത്രയ്ക്കും ക്രിട്ടിക്കലാണ് ഇപ്പോഴത്തെ അവസ്ഥ. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് അവിടുത്തെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാനായിട്ട് വരും. അതേപോലെ തന്നെ അവിടെയായിട്ട് നമ്മുടെ മുത്തശ്ശി വന്നിട്ട് ഭയങ്കരമായിട്ട് വെള്ളം വയ്ക്കും, നിങ്ങളിത് എന്തുവാ കാണിക്കുന്നേന്ന്. അവിടെയായിട്ട് നമ്മുടെ തേസം കണ്ടല്ലോ, അവനാണെങ്കിൽ വെള്ളത്തിലായിട്ട് അങ്ങ് വീണായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ സുഞ്ചയും തേസങ്ങും ശ്രദ്ധിക്കുന്നത്, അതായത് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ലൈറ്റിൻ്റെ ആ വയറ് പൊട്ടി വീണിട്ട് അതിൽ കൂടി കറണ്ട് വന്നുകൊണ്ടിരിക്കുക എന്ന്. നമ്മുടെ സുഞ്ചയാണെങ്കിൽ തേസങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നേ, കറക്റ്റായിട്ട് അവരുടെ അടുത്തായിട്ട് ആ വയറില്ലേ പൊട്ടി വീഴാനായിട്ട് വരും. എന്നാൽ അതേ സമയം തന്നെ നമ്മളുടെ സോളാണെങ്കിൽ ഓടിപ്പോയി അതിൻ്റെ മെയിൻ സ്വിച്ചങ്ങ് ഓഫാക്കിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ രണ്ടുപേരും സേഫാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ ഇപ്പോൾ എല്ലാ പ്രശ്നവും സോൾവ് ആയായിരുന്നു. നമ്മളുടെ സോളിൻ്റെ വീട്ടിലെ ആ ലീക്കേജ് ആയിരുന്നാലും അതേപോലെ തന്നെ സുഞ്ചിയും അതേപോലെ തന്നെ തേസങ്ങും തമ്മിലുള്ള അടിയില്ലേ, അവർക്കിടയിലുള്ള ആ പ്രശ്നങ്ങളും എല്ലാം സോൾവായി. രണ്ടുപേരും ഇപ്പം ഇങ്ങനെ ആ വീട്ടിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളിൻ്റെ അമ്മ അവിടെ വന്നിട്ട് പറയും, എന്തൊക്കെയായിരുന്നാലും നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നുകൊണ്ട് ഇന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി, എന്തായിരുന്നാലും ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞിട്ട് സോളിൻ്റെ അമ്മയാണെങ്കിൽ അവിടെ രണ്ടുപേരും ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ സോളിൻ്റെ അമ്മ പറയും, ഇപ്പോൾ ഒരുപാട് ലേറ്റായില്ലേ, തേസങ് ഇനിയിപ്പോൾ എങ്ങനെയാണ് അവൻ്റെ വീട്ടിലായിട്ട് പോകുന്നത്, ഒരു കാര്യം ചെയ്യ്, ഇന്നത്തെ ദിവസം നീ ഇവിടെ സ്റ്റേ ചെയ്തോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. അതേപോലെ തന്നെ നമ്മുടെ സോളിൻ്റെ ചേട്ടനും അവിടെ ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഓൾറെഡി അറിയാം സുഞ്ചനെ ഒരു തവണ അവൻ്റെ വീട്ടിലായിട്ട് കിടത്തിയപ്പോൾ സോളും സുഞ്ചയ്ക്കും ഇടയിലായിട്ട് എന്തൊക്കെ സംഭവിച്ചതെന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഈ സോളിൻ്റെ ചേട്ടൻ പറയും, വേണ്ട വേണ്ട, അവനെ ഇവിടെ കിടത്തിയാൽ ശരിയാവത്തില്ല, സോൾ ഇവിടെ ഉള്ളതല്ലേ, അപ്പോൾ അവളുള്ള വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ വേറൊരു ചെറുക്കനെ കിടത്തുന്നത് അല്ലേ സോളെ എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ തല ചരിച്ച് നമ്മുടെ സോളിനെ നോക്കി ചോദിക്കും. സോളിനും അത് കേൾക്കുന്നേ മനസ്സിലാവും, അതായത് സുഞ്ചേനെ ഉദ്ദേശിച്ചിട്ടാണ് അവനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചയാണെങ്കിൽ സോളിൻ്റെ അമ്മയെടുത്ത് പറയും, അല്ലേ പിന്നെ ഒരു കാര്യം ചെയ്യാം, അവനെ എൻ്റെ വീട്ടിലായിട്ട് താമസിപ്പിക്കാം, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ,
അറിയില്ലല്ലോ. ഉടനെ തന്നെ നമ്മുടെ സോളിൻ്റെ അമ്മ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിലുള്ള അടിയും വഴക്കുമൊക്കെയോ അത് നിങ്ങൾ രണ്ടുപേരും സോൾവ് ആക്കിയോ? ഉടനെ തന്നെ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ തേസങ്ങിൻ്റെ ഷോൾഡറിലായിട്ട് കൈയിട്ടിട്ട് പറയും, അതൊക്കെ ഞങ്ങൾ എപ്പോഴേ പറഞ്ഞ് നേരെയാക്കി, ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ഇപ്പോൾ യാതൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സുഞ്ചിയാണെങ്കിൽ ഈ തേസങ്ങുമായിട്ട് അവൻ്റെ വീട്ടിലായിട്ട് വരുന്നതാണ്. തേസങ്ങാണെങ്കിൽ ഫ്രഷൊക്കെ ആയിട്ട് അവിടെ വന്നിട്ട് അവിടുത്തെ ട്രോഫീസ് എല്ലാം നോക്കും. എന്നിട്ട് അവനാണെങ്കിൽ പറയും, ആഹാ നീ ഒരു കില്ലാടി തന്നെയാണല്ലോ, നീ എത്ര ട്രോഫി അവിടെ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. ഉടനെ തന്നെ നമ്മളുടെ സുഞ്ചി പറയും, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന്. അപ്പോൾ നമ്മളുടെ ഈ തേസങ്ങാണെങ്കിൽ പറയും, എന്തൊക്കെയായിരുന്നാലും എനിക്കാണെങ്കിൽ നല്ലതുപോലെ കിടന്നുറങ്ങണം, എനിക്ക് പായും തലയണ എല്ലാം വേണം. അപ്പോഴാണെങ്കിൽ നമ്മളുടെ സുഞ്ചി പറയും, ഇവിടെ അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഒരു തലയണ മാത്രം എടുത്തു കൊടുക്കും. ഉടനെ തന്നെ നമ്മളുടെ തേസങ്ങ് പറയും, ഓഹോ അങ്ങനെയാണല്ലേ, എങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ നേരെ സോളിൻ്റെ വീട്ടിലായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളാം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ പറയും, വേണ്ട നീ ഇവിടെ കിടന്നോന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടുത്തെ സെറ്റ് കാണിച്ചു കൊടുക്കും, എന്നിട്ട് തലേണയും കൊടുക്കും. അങ്ങനെ നമ്മുടെ തേസങ്ങ് അവിടെ കിടക്കാനായിട്ട് വരും. സത്യം പറഞ്ഞാൽ നമ്മുടെ സുഞ്ചയ്ക്കാണെങ്കിൽ ഭയങ്കര ജലസാണല്ലോ. ഉടനെ തന്നെ തേസങ്ങ് പറയും, നിനക്ക് സത്യം പറഞ്ഞാൽ സോളിൻ്റെ ഫീലിങ്സ് എന്തുവാന്ന് അറിയത്തില്ല, അവൾ നിന്നെപ്പറ്റി എന്തുമാത്രം കെയർ ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ, നിനക്കൊന്നും പറ്റരുത് എന്ന് അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുന്നേ സുഞ്ചയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അവനാണെങ്കിൽ ചോദിക്കും, നീ ഇപ്പം എന്തോ ഈ പറഞ്ഞു വരുന്നേ? അപ്പോൾ നമ്മുടെ തേസങ്ങ് പറയും, എനിക്ക് നിൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, നീ ഇത്ര മാത്രം അറിഞ്ഞാൽ മതിയെന്ന്. ഇത് കേൾക്കുന്നേ സുഞ്ചയ ഭയങ്കരമായിട്ടങ്ങ് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇൻ്റർനെറ്റിലായിട്ടിരുന്നിട്ട് ആ കില്ലറിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇരുന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ സുഞ്ചയുടെ ആ ഫ്രണ്ടില്ലേ, അവനും അവൻ്റെ ഫ്രണ്ട്സോട് ചേർന്നിട്ട് ആ ഓഡീഷൻ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നേ. അവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ഈ സുഞ്ചയുടെ ഫ്രണ്ടിൻ്റെ കൂടെയുള്ള ബാൻഡ് മീറ്റ്സ് ചോദിക്കും, അല്ല സുഞ്ച എന്താ വരാത്തേന്ന്. ഇത് കേൾക്കുന്നേ സുഞ്ചയുടെ ഫ്രണ്ട് പറയും, അവൻ ഉടനെ തന്നെ വരുമെന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ സുഞ്ചയുടെ ഫ്രണ്ടിന് നന്നായിട്ട് അറിയാം അവനിന്ന് വരാൻ പറ്റത്തില്ല, അവൻ ഇന്ന് തന്നെയാണ് US പോകുന്നതെന്ന്. എന്നാൽ അവനാണെങ്കിൽ ഇക്കാര്യം അവൻ്റെ ബാൻഡ് മേറ്റ്സിൻ്റെ അടുത്ത് പറയത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളാണെങ്കിൽ ഇങ്ങനെ സുഞ്ച എന്നെ കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം ആലോചിച്ച് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അവിടെയായിട്ടൊരു റെസ്റ്റോറൻ്റ് അടുത്ത് എത്തുന്നേയും അവിടെ നമ്മളുടെ സുഞ്ചയുടെ ഫ്രണ്ട്സ് ഇരുന്ന് പറയും, സുഞ്ച ഇന്നാണല്ലോ US പോകുന്നത്, അവനിപ്പോൾ എയർപോർട്ടിൽ എത്തിക്കാണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സുഞ്ച എടുത്ത് ഒന്ന് മനസ്സമാധാനമായിട്ട് അവൾക്ക് സംസാരിക്കാൻ കൂടി ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ. അവളപ്പോൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സുഞ്ചേനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ എയർപോർട്ടിൽ നിൽക്കുമായിരുന്നു. അവിടെയായിട്ട് അവൻ്റെ അച്ഛൻ വന്നിട്ട് പറയും, മോനെ നീ നല്ലതുപോലെ ഫുഡൊക്കെ കഴിക്കണം, ഞാൻ നിനക്ക് കുറേ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്, എനിക്ക് നിൻ്റെ കൂടെ വരണമെന്നുണ്ട്, പക്ഷേ കട കിടക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ അത് ഇട്ടിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ ഭയങ്കര വിഷമിച്ച് സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ അവനെ കെട്ടിപ്പിടിച്ച് യാത്രയും അയക്കും. യഥാർത്ഥത്തിൽ നമ്മളുടെ സുഞ്ചിയാണെങ്കിൽ സോളിനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനങ്ങനെ എയർപോർട്ടിൽ കയറാനായിട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ സോളിനെ തന്നെ നോക്കുന്നത്, അവളിവിടെ എങ്ങനെ എത്തിയിട്ടുണ്ടോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ആ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് വന്നിട്ട് അതിലേ പോകുന്ന ആ ഫ്ലൈറ്റ് നോക്കി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കും. അവൾ വിചാരിക്കും, എന്തൊക്കെയായിരുന്നാലും സുഞ്ചി ഇവിടുന്ന് പോകുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ, അവൻ്റെ ലൈഫെങ്കിലും സേഫ് ആയിരിക്കുമല്ലോ, അവൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കാൻ പോകുന്നേ എന്ന്. എന്നാൽ നമ്മുടെ സോളിന് നല്ല വിഷമവും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നമ്മുടെ സുഞ്ചിനെ നല്ലതുപോലെ മിസ്സും ചെയ്യുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സുഞ്ചിയുടെ ഫ്രണ്ടിൻ്റെ ആ ഓഡിഷൻ നടക്കുന്നിടത്താണ്. അവിടെയാണെങ്കിൽ അവൻ്റെ ടീംമേറ്റ്സിൻ്റെ അടുത്ത് പറയും, സുഞ്ചിക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല, അവൻ ഇന്ന് US പോവുകയാണ്, നമ്മൾ 3 പേരും തന്നെ ഇന്നിവിടെ പെർഫോം ചെയ്യണോ എന്ന്. ഇത് കേൾക്കുന്ന അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ ജഡ്ജസിന് മുമ്പിലായിട്ട് എത്തും. ജഡ്ജസ് ആണെങ്കിൽ ഇവരെ കാണുന്നതിന് ചോദിക്കും, അല്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള പാട്ട് പാടുന്ന ചെറുക്കൻ എന്ത് ചെയ്യുമെന്ന്. ഉടനെ തന്നെ നമ്മളുടെ സുഞ്ചിയുടെ ഫ്രണ്ട് പറയും, അവൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് അവൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് അവൻ തന്നെ അകത്തോട്ടും കയറി വരും. ഉടനെ തന്നെ ആ ജഡ്ജസ് ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കും. ഉടനെ തന്നെ നമ്മുടെ സുഞ്ചിയുടെ ഫ്രണ്ട് പറയും, ആ പാട്ടുകാരൻ വേറെ ആരുമല്ല, ഈ ഞാൻ തന്നെയായെന്ന്. അങ്ങനെ ഇവർ 3 പേരുടെ അവിടെ പെർഫോം ചെയ്യാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവരാണെങ്കിൽ ആ ഓഡിഷനിൽ സെലക്ട് ആവുന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ സെലക്ട് ആവാനുള്ള മെയിൻ റീസണേ നമ്മളുടെ സുഞ്ചി എഴുതിയ ആ പാട്ടില്ല അതിൻ്റെ ലിറിക്സ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോളിനെയാണ്. അവളാണെങ്കിൽ ഇങ്ങനെ തിരിച്ച് അവളുടെ വീട്ടിലോട്ട് നടന്നു വരുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഒരു വാൻ കിടക്കുന്ന കാണും. ഇതേ വാൻ തന്നെയായിരുന്നു നമ്മളുടെ കില്ലറും അന്ന് ഇവളെ ഓടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളാണെങ്കിൽ ഇത് കാണാൻ ഭയങ്കര ഇടങ്ങ് ഞെട്ടിപ്പോവും. അവൾ വിചാരിക്കും ആ കില്ലർ അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വന്നേക്കോ എന്ന്. അവളങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. ഈ കാറ് നമ്മുടെ സോളിനെ നല്ലതുപോലെ ഫോളോ ചെയ്യുന്നത് പോലെ അവളുടെ പുറകെയായിട്ട് ഓടിച്ചു വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോള് നോക്കുമ്പോൾ അവളുടെ ഫ്രണ്ടിലായിട്ട് വേറൊരു അത്ഭുതവും കൂടിയാണ്. എന്തെന്ന് വെച്ചാൽ സുഞ്ചയാണ് വന്ന് നിൽക്കുന്നത്. ഇവനെ കാണുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ടങ്ങ് പേടിച്ചു
പോയായിരുന്നു. അവളാണെങ്കിൽ അവിടെ പറയും നീ എൻ്റെ അടുത്തോട്ട് വരണ്ട എന്ന്. പെട്ടെന്ന് തന്നെ ആ കാറാണെങ്കിൽ നമ്മുടെ സോളിനെയും സുഞ്ചേനെയും പാസ് ചെയ്തങ്ങ് പോകും. അതിനകത്ത് ആ കില്ലറൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നേ. ഇത് കാണുന്നേ നമ്മുടെ സോളിന് ഭയങ്കര സമാധാനവും. അവളവിടെ വീഴാനായിട്ട് പോകുന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചയെ കയറി അവളെ എങ്ങ് പിടിക്കും. ഇവിടെ ആണെങ്കിൽ നമ്മുടെ സോള് ഭയങ്കര വിഷമത്തിലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സുഞ്ചയെ വന്നതുകൊണ്ട് തന്നെ ഒരിക്കലും അവൻ്റെ ഫീറ്റ് ചേഞ്ച് ആവാൻ പോകുന്നില്ല. അവൻ ഉറപ്പായിട്ടും ആ കില്ലറുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോണ്ടാക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് അവൾ വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കും. ഉടനെ എന്നെ സുഞ്ച അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായെന്ന്, എങ്കിലും നീ വേറെ എന്തോ ഒരു കാര്യത്തിൻ്റെ പുറത്താണ് എന്നെ നല്ലതുപോലെ അവോയ്ഡ് ചെയ്യുന്നത്. അതെന്തായിരുന്നാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് സുഞ്ചയാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ സോളിന് ഒരു കാര്യം എടുത്ത് കാണിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളാണെങ്കിൽ ഫ്യൂച്ചറിലുള്ള സുഞ്ചയ്ക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കുഴിച്ചിട്ടിരുന്നില്ലേ, അതിനകത്തുണ്ടായിരുന്ന ആ സെയിം വാച്ച് തന്നെയാണ്. ഇവൻ ഇതെടുത്ത് കാണിക്കുന്നേയും ഇത് കാണുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായി പോയായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഞ്ചയാണെങ്കിൽ എയർപോർട്ടിനകത്ത് ഇങ്ങനെ കയറി നടക്കാൻ നേരത്ത് അവനിങ്ങനെ ആലോചിക്കുവാണ് സോളിനെ കാണാണ്ട് അവൻ ഇവിടെ നിന്ന് പോകണോ വേണ്ടയോ എന്ന്. അവനിങ്ങനെ ഇതൊക്കെ ആലോചിച്ച് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നതും പെട്ടെന്ന് തന്നെ അവിടുത്തെ ഒരു പോസ്റ്ററിൽ കാണും. അതായത് ഒരു ടൈം ക്യാപ്സ്യൂളിനെ പറ്റിയിട്ട്. പെട്ടെന്ന് നമ്മുടെ സുഞ്ചയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരും. അതായത് സോളാണെങ്കിൽ ഇവന് ഫ്യൂച്ചറിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഒരു മരത്തിൻ്റെ കീഴിലായിട്ട് കുഴിച്ചിട്ടിട്ടില്ലായിരുന്നോ. അങ്ങനെ നമ്മുടെ സുഞ്ചയാണെങ്കിൽ വേഗം തന്നെ ആ സ്ഥലത്തായിട്ട് വന്നിട്ട് ആ മുട്ട പോലത്തെ സംഭവമാണെങ്കിൽ തുറന്നെടുത്ത് അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് വായിക്കാനായിട്ട് തുടങ്ങും. അതിൽ നമ്മുടെ സോൾ എഴുതിയേക്കുന്നതിന് നീ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നീ എടുത്ത ചോയ്സ് കറക്റ്റാണ് എന്നൊക്കെയാണല്ലോ. ഇത് വായിക്കുന്നത് നമ്മുടെ സുഞ്ചയ്ക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് 2023 സുഞ്ചയ്ക്ക് എന്തോ ഒരു ആപത്ത് സംഭവിക്കും, അതിൻ്റെ പേരിലാണ് സോൾ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗിഫ്റ്റ് വെച്ചേക്കുന്നതെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ബന്ധമില്ലാണ്ടൊരു വാച്ചും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സുഞ്ചയാണെങ്കിൽ സോളിൻ്റെ അടുത്ത് പ്രസൻറ്റ് ടൈമിൽ സംസാരിക്കുന്നേ. അവനാണെങ്കിൽ അവിടെ പറയും എനിക്ക് നല്ലതുപോലെ അറിയാം ഫ്യൂച്ചറിൽ എനിക്ക് എന്തോ ഒന്ന് മോശമായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് നീ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. നീ അതുകൊണ്ട് തന്നെയല്ലേ എന്നെ US പറഞ്ഞു വിടാനും നോക്കിയത്. എന്തൊക്കെയായിരുന്നാലും നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. നിന്നെ കാരണം എൻ്റെ ആയുസിന് എന്തെങ്കിലും കുഴപ്പം പറ്റുവാണെങ്കിൽ എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാനും റെഡിയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സുഞ്ചയ്ക്കാണെങ്കിൽ ഇപ്പോൾ സോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം വിശ്വാസമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ നമ്മുടെ സോളാണെങ്കിൽ സുഞ്ച എടുത്ത് വാൺ ചെയ്തിട്ടില്ലേ, അതായത് നീ സ്വിം ചെയ്യരുത്, നിനക്കിനി സ്വിമ്മിങ് ചെയ്യാൻ പറ്റാണ്ടാവോ എന്ന്. അതൊക്കെ അവൾക്ക് ഫ്യൂച്ചർ അറിഞ്ഞിട്ടായിരിക്കണമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവൻ അതിനെപ്പറ്റി എല്ലാം ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് അവൻ പറയും ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ട് കളയത്തില്ല, നീ എൻ്റെ അടുത്തുനിന്ന് പിരിഞ്ഞ് നിൽക്കുന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷമമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ നമ്മളുടെ സോളിനെ കിസ് ചെയ്യും. അവളും ആ കിസ്സങ്ങ് അക്സെപ്റ്റ് ചെയ്യും. പിന്നീട് നമുക്ക് കാണിക്കുന്നത് ഒരു കുഞ്ഞു സീനാണ്. അതായത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സംഭവം. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ 2024 ഇപ്പോൾ TV-യിലൊക്കെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന സുഞ്ചയുടെ മരണത്തിൻ്റെ റിപ്പോർട്ടും സുഞ്ചയ്ക്ക് മരണം സംഭവിച്ചത് എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പെട്ടെന്ന് തന്നെ ആ TV-യിലെ ന്യൂസ് അങ്ങ് ചേഞ്ച് ആവും. എന്നിട്ട് അതിനകത്ത് ഇപ്പോൾ പ്ലേ ആവുന്നത് എക്ലിപ്സ് എന്ന് പറയുന്ന ടീമാണെങ്കിൽ പുതിയ പാട്ട് റിലീസാക്കിയെന്ന്. അതിനകത്ത് ആ എക്ലിപ്സിലെ ടീം മെമ്പേഴ്സിനെ കാണിക്കും. അതിനകത്ത് നമ്മുടെ സുഞ്ചയ ഉണ്ടായിരുന്നില്ല, പകരം ബാക്കി 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.